എന്താണ് യൂത്ത്, എന്താണ് അവരുടെ ജെൻഡർ ഡിഫറൻസിയേഷൻ, എങ്ങനെ ഐഡൻറ്റിറ്റി ഉണ്ടാകുന്നു. അപ്പോൾ യൂത്ത് എന്ന് പറയുന്നത് നമ്മുടെ നിയമം അനുസരിച്ച് പ്യൂബർട്ടി സ്റ്റേജ് മുതൽ 24 വയസ്സ് വരെയുള്ള ആൾക്കാരെ ആണ് യൂത്ത് എന്ന് പറയുന്നത്. ഇതിനകത്ത് നിയമങ്ങൾക്കനുസരിച്ചും സ്ഥലങ്ങൾക്കനുസരിച്ചും ഇവർക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. ചില പ്യൂബർട്ടി സ്റ്റേജ് മുതൽ 24 വയസ്സ് വരെ യൂത്ത് എന്ന് പറയാറുണ്ട്. ചിലടത്ത് 15 വയസ്സ് മുതൽ 24 വയസ്സ് വരെ പറയാറുണ്ട്. ചിലടത്ത് 12 വയസ്സ് മുതൽ 24 വയസ്സ് വരെ യൂത്ത് എന്ന് പറയാറുണ്ട്. അപ്പോൾ യൂത്ത് എന്ന് പറയുന്നത് ഈ ഏജ് വൈസ് ആണ്. അപ്പോൾ ഏജ് വൈസ് നമ്മൾ വെക്കുമ്പോഴത്തേക്ക് നിയമങ്ങൾ ഇവർക്ക് കുറേ നിയമങ്ങളും സംരക്ഷണങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്താണ് 24 വയസ്സ് വരെ 18 വയസ്സ് താഴെയുള്ള ജുവനൈൽ എന്നുള്ള ഗ്രൂപ്പിൽപ്പെടുത്തുകയും അവരുടെ എന്ത് ക്രൈം ചെയ്തു കഴിഞ്ഞാലും അവർക്ക് ജുവനൈൽ എന്നുള്ള രീതിയിൽ അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ സംരക്ഷണങ്ങൾ അതിന് കൊടുക്കാറുണ്ട്. ചില രാജ്യങ്ങളിൽ ജുവനൈൽ എന്നുള്ള ആ ഒരു ഇത് എടുക്കാറില്ല. കാരണം പണിഷ്മെൻറ്റ് നിയമത്തിന് മുമ്പിൽ എല്ലാവരും ഈക്വലാണ് എന്നുള്ള രീതിയിലാണ് കണക്കാക്കുക. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്താലും അവർക്കെതിരായിട്ട് എന്തെങ്കിലും അതിക്രമങ്ങൾ ഉണ്ടായാലും അത് ജുവനൈൽ എന്നുള്ള ഇതിൽപ്പെടുത്തിയിട്ട് കുട്ടികൾക്ക് എതിരായിട്ടുള്ള എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ സിവിയർ പനിഷ്മെൻറ്റ്, പോക്സോ കേസ് പ്രകാരം സിവിയർ പനിഷ്മെൻറ്റ് കൊടുക്കാനുള്ള നിയമമാണ് ഇന്ത്യയിലുള്ളത്. ചില രാജ്യങ്ങളിൽ അതില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏത് കുട്ടികൾ എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും ക്രിമിനലായിട്ട് തന്നെയാണ് അവർ കണക്കാക്കുക. അപ്പം 18 വയസ്സിന് മുകളിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടികൾക്ക് സംരക്ഷണവും അതിൻ്റെ നിയമങ്ങളും അവരുടെ റൈറ്റ്സും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഏത് കുട്ടിയുടെയും യൂത്ത് എന്ന് പറയുന്നതിനകത്തുള്ള പ്രത്യേകത അവർ വളർച്ചയെത്തുകയാണ്, ഒരു ട്രാൻസിഷൻ പീരീഡാണ്. അതായത് ചെറുപ്പത്തിൽ നിന്ന് വന്നിട്ട് ആ കുട്ടികൾ അഡൽട്ട് ആകുന്ന, പ്രായപൂർത്തി ആകുന്ന ഇതിലേക്കുള്ള ഒരു ചെറിയ ഇടസ്ഥലം, ഒരു വിശ്രമ കേന്ദ്രം, ഇടത്താവളം എന്ന് നമുക്ക് പറയാം. ഇടത്താവളമാണ് ഈ യൂത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് ആദ്യം അവർക്കുണ്ടാകുന്ന ശാരീരികമായ മാറ്റങ്ങളാണ്. ഇതൊക്കെ നമ്മൾ വിശദമായി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. എന്നാലും ഒന്നുകൂടെ അറിയാൻ വേണ്ടി അവരുടെ ശാരീരികമായ മാറ്റങ്ങളാണ് ആദ്യം നമുക്ക് അവരുടെ കാണുക. അവർക്ക് വളർച്ച, ആൺകുട്ടിയാണെങ്കിൽ മസ്കുലിനാകുക, മസിൽസൊക്കെ വെക്കുക, മീശ വരിക, അവൻ്റെ പ്യൂബർട്ടി ഹെയറൊക്കെ വളരുക, അവൻ്റെ തിങ്കിങ്ങിൽ വരിക, ശബ്ദത്തിൽ വ്യത്യാസങ്ങൾ വരിക, ആഡംസ് ആപ്പിൾ വളരുക. ഇതൊക്കെ നമുക്ക് ആൺകുട്ടികളിലും. പെൺകുട്ടികൾ അതേസമയം അവർക്ക് സെക്ഷൽ ഡെവലപ്മെൻറ്റ്, ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് വരിക, അവർ കുട്ടികൾ ഉണ്ടാകാനുള്ള രീതിയിൽ ശാരീരികമായ മാറ്റങ്ങൾ വരിക, അവർക്ക് മാസമുറ, ദാറ്റ് ഇസ് പീരീഡ്സ് റെഗുലറായിട്ട് നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക, സെക്ഷൽ തോട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുക, അത് ശരീരത്തിന് പ്രത്യേകിച്ച് ശരീരത്തിനുണ്ടാകുന്ന വളർച്ച. അപ്പോൾ ഇത് പലപ്പോഴും പല കുട്ടികൾക്കും അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള, അതിനെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ടാകുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ക്രൈസിസ്, ഒരു സംശയം, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു സംശയം ഉണ്ടാകും. അത് സൊസൈറ്റിയുടെ കുഴപ്പം കൂടിയാണ്, സമൂഹത്തിൻ്റെ ഇതാണ്. കാരണം ഒരു ഇതുകൊണ്ട്, പ്രായം കൊണ്ട്, അവരുടെ വളർച്ച കൊണ്ട് അവരെ പ്രായപൂർത്തി ആയി എന്നും അവരുടെ ചിന്താഗതിക്കനുസരിച്ച് അവർക്ക് അതിന് പ്രായപൂർത്തിയായിട്ടില്ല എന്നും ചിന്തിക്കുന്ന ഒരെണ്ണം. അപ്പോൾ എപ്പോഴും ഒരു കൺഫ്യൂസ് സ്റ്റേജാണ്, ഏത് ശരി ഏത് തെറ്റ്. ഒരേ സമയം നമ്മൾ അവരോട് പറയും, നിങ്ങൾ വളർച്ചയെത്തി, നിങ്ങൾ പ്രായപൂർത്തിയായി, നിങ്ങളിനി നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചിന്താഗതികൾ മാറേണ്ടതാണ്. അതേസമയം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനമെടുക്കാൻ വന്നാൽ, അവർ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അതിനെടുക്കാനുള്ള പ്രായമായില്ല, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എടുക്കാനുള്ള വളർച്ച എത്തിയില്ല, മെച്യൂരിറ്റി എത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട്, പക്വത വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവർ നമ്മൾ മാറ്റി നിർത്തുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നതാണ്, ടോട്ടലി ഒരു കൺഫ്യൂസ് സ്റ്റേജാണ്. അപ്പോൾ യങ്സ്റ്റേഴ്സ് എന്ന് യൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം തീരുമാനം എടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുള്ള, റെസ്പോൺസിബിലിറ്റി എടുക്കാൻ ബുദ്ധിമുട്ടുള്ള പ്രായം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഡിസിഷൻ മേക്കിങ്ങിൽ കഴിവില്ല എന്ന് നമ്മൾ പറയുന്നത്. അതേസമയം നമുക്ക് ഇവർക്ക് പറയുന്ന വേറെ കാര്യം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് സ്വന്തമായി ഒരു ലക്ഷ്യം, ഒരു ഗോൾ സെറ്റ് ചെയ്യും, അതിന് നിങ്ങൾ പ്രായപൂർത്തിയായിട്ടില്ല എന്ന് പറയുന്നു. എന്ത് പഠിക്കണം, ആരാകണം, എന്താകണം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു തീരുമാനം എടുത്തു പറയുന്നത്. അപ്പം പാരൻസ് കൂടുതലും ഈ സമയത്ത് പാരൻസ് അവനെ കൺട്രോൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതൊരു കുട്ടികളുടെ വളർച്ചയിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ്, യൂത്തിലുണ്ടാകുന്ന കൺഫ്യൂഷനാണ്. ഐഡൻറ്റിറ്റി, ഞാനെന്നുള്ള ഒരു വ്യക്തി, ആ വ്യക്തിത്വം മനസ്സിലാക്കാൻ വേണ്ടി ഉള്ളതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിനെ കൊണ്ടാണ് നമ്മളതിനെ പറയുക.
അപ്പം ഈ ഒരു കുട്ടി വളർന്നു വരുമ്പോൾ, യൂത്ത് ആകുമ്പോൾ, അതായത് പ്യൂബർട്ടി സ്റ്റേജ് മുതൽ 24 വയസ്സ് വരെയുള്ള കാലഘട്ടം ഒരു കൺഫ്യൂസ് സ്റ്റേജാണ്. അപ്പം ഏത് കുട്ടിയുടെയും പ്രൈമറി നീഡ് പോലെ, പ്രൈമറി നീഡ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ, വാട്ടർ, ഫുഡ്, പിന്നെ അവൻ്റെ ഫിസിയോളജിക്കൽ, ഇതൊക്കെ ഫിസിയോളജിക്കൽ നീഡാണ്. പിന്നെ ആ ഒരു കുട്ടിക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റ് വേണം, സ്ലീപ്പ് വേണം, പിന്നെ വർക്ക് ചെയ്യാനുള്ള എനർജി വേണം, എലിമിനേഷൻ ഫ്രം ദ വേസ്റ്റ് ഫ്രം യുവർ ബോഡി, ശരീരത്തിൽ നിന്നുള്ള മലമൂത്ര വിസർജനങ്ങൾ നമ്മൾ നടത്താനുള്ളത്, പിന്നെ സെക്ഷൽ നീഡ്, റീപ്രൊഡക്ഷൻ നീഡ്, പിന്നെ അവർക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ സെൻസറി നീഡ്സ്, ശരീരത്തിൻ്റെ ഭാഗങ്ങൾക്കുള്ള നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്, പിന്നെ ചുറ്റുപാടുകളുള്ള എൻവയോൺമെൻറ്റിൽ നിന്നുള്ള സംരക്ഷണം, അപകടങ്ങളിൽ നിന്നുള്ള സംരക്ഷണം. അതുപോലെ തന്നെ സെക്കൻഡറി നീഡ്സ് ഉണ്ട് കുട്ടികൾക്ക്. ഫ്രീഡം വേണം, സേഫ്റ്റി വേണം, സെക്യൂരിറ്റി വേണം, ലവ് വേണം, കെയർ വേണം, അഫെക്ഷൻ വേണം, അഫിലിയേഷൻ വേണം, അച്ചീവ്മെൻറ്റ് വേണം, മെറ്റേണിറ്റി മോട്ടിവേഷൻ വേണം, മോട്ടീവ്സ് വേണം, ദെൻ സെൽഫ് എക്സ്റ്റീം ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ. ഇപ്പോൾ ഇത്രയും ഒരാളുടെ വളർച്ചയിൽ ഇത്രയും കാര്യങ്ങൾ ആവശ്യമുണ്ട്. പ്രൈമറി ആൻഡ് സെക്കൻഡറി നീഡ്സ് ആവശ്യമുണ്ട്. അപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വളർച്ചയുടെ ഭാഗമായിട്ട്, അതായത് അഡൽട്ട് സ്റ്റേജിൽ വരുമ്പോൾ, അല്ല അഡോളസൻറ്റ് സ്റ്റേജിൽ വരുമ്പോൾ, അല്ലെങ്കിൽ യൂത്ത് സ്റ്റേജിൽ വരുമ്പോൾ അവന് കുറേ നീഡ്സ് ഉണ്ട്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഉള്ള ആഗ്രഹങ്ങൾ, കാര്യങ്ങൾ സ്വന്തമായി ചെയ്യാനായിട്ടുള്ള ഈ പ്രായത്തിലാണ് ഒരു ഡിസിഷൻ എടുക്കുന്നത്, ജീവിതത്തെക്കുറിച്ച് ഒരു ഡിസിഷൻ എടുക്കുക. ഇന്നലെ വരെയുള്ള ജീവിതത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറുന്നൊരു പ്രായമാണ്. പിന്നെ ഇന്നലെ വരെ അച്ഛൻ്റെയും അമ്മയുടെയും ഇതായിട്ടാണ് കിടന്നിരുന്നെങ്കിൽ, സംരക്ഷണയിലാണ് കിടന്നെങ്കിൽ, ഇന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവന് ചിന്തിക്കാനുള്ള കഴിവുണ്ടാകുക. ഇപ്പോൾ തീരുമാനമെടുക്കുക, ഞാൻ ആരാകണം, എന്താകണം എന്നുള്ള ഒരു തീരുമാനം എടുക്കാനായിട്ടുള്ളതാണ്. അപ്പം ഇതിന് ഈ സമയത്ത് പാരൻസ് അവരെ നിയന്ത്രിക്കുകയാണെങ്കിൽ, അവർക്ക് അതിന് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ലെങ്കിൽ, അവർ ടോട്ടലി കൺഫ്യൂസ്ഡ് ആകണം. എന്ത് ചെയ്യണം, അല്ലെ ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്നുള്ളത്. ഇപ്പോൾ യൂത്ത് എന്ന് പറയുന്നത് നമ്മൾ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ, ഒന്ന് ഏകദേശം ഇന്ത്യയെ സംബന്ധിച്ച് 20% ആൾക്കാരും യൂത്താണ്. അവരാണ് പല കാര്യങ്ങളും നമ്മൾ തീരുമാനം എടുക്കാനായിട്ട് പ്രാപ്തരാകേണ്ടത്. അപ്പം യൂത്തിനെ അവർ 20% എന്ന് പറയുന്നത് ഹ്യൂജാണ്. ഒരു പോപ്പുലേഷൻ സംബന്ധിച്ചുകൊണ്ട് നോക്കാം, 1,00,000 പേരുണ്ടെങ്കിൽ ഒരു 20,000 പേര്, അല്ലെ 10 ലക്ഷം പേരുണ്ട്, 2 ലക്ഷം പേര്. അപ്പം നമ്മൾ ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ 130 കോടി ഉള്ള ജനങ്ങളുള്ളിടത്ത് നമ്മൾ 20% ഹ്യൂജ് നമ്പർ. അവർ ഡിസൈഡിങ് ഫാക്ടറാണ്. അപ്പോൾ അവരെക്കുറിച്ച് നമ്മൾ പഠിക്കുക, അവരെ മനസ്സിലാക്കുക, നമ്മൾ ചെയ്യേണ്ട ആവശ്യമാണ്. പിന്നെ വേൾഡ് പോപ്പുലേഷനിൽ പോലും യൂത്ത് കൂടുതലായതുകൊണ്ട് അവരാണ് ഡിസിഷൻ മേക്കിങ്ങിലേക്ക് മുമ്പോട്ട് വരുന്നത്. അപ്പോൾ അവരെക്കുറിച്ച് നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക. അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ്. ഈ യൂത്ത് ജെൻഡർ ഐഡൻറ്റിറ്റി പഠിക്കേണ്ടത് എന്നുള്ള ഇമ്പോർട്ടൻ്റ് അതാണ്. ഇപ്പോൾ എന്തൊക്കെയാണ് അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, എന്തൊക്കെയാണ് നമുക്ക് അവരെ രക്ഷിക്കാൻ സാധിക്കുക, എങ്ങനെയൊക്കെയാണ് നമ്മൾ മുമ്പോട്ട്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ടുള്ളത് വെച്ചാൽ അവരുടെ സൊസൈറ്റി, അവരുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഐഡൻറ്റിറ്റി ഞാൻ ആരാണ്, എന്താണ്, എന്നെ സമൂഹം എങ്ങനെ കാണുന്നു. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് യൂത്തിന് വലിയൊരു പ്രാധാന്യമുള്ളതാണ്. ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എങ്ങനെ സമൂഹം നമ്മളെ കാണുന്നു, സമൂഹത്തിൽ നമ്മൾ എങ്ങനെ നിലനിൽക്കുന്നു, ഞാനെന്ന് പറഞ്ഞ വ്യക്തി നമ്മൾ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു. അപ്പം സമൂഹം നമ്മളെക്കുറിച്ച് ഒരു പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്, സമൂഹത്തിൽ നമ്മളും പ്രതീക്ഷ വെക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ഇത് ചെയ്യുമ്പോൾ മാത്രമേ ഒരു വ്യക്തിയുടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ, അവൻ്റെ ഐഡൻറ്റിറ്റി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ ഐഡൻറ്റിറ്റിയെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനു മുമ്പ് കുറേ കാര്യങ്ങൾ നമ്മൾ ആദ്യം ഈ കുട്ടിയുടെ ഐഡൻറ്റിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പം വേറൊരാൾ എന്നെ എങ്ങനെ കാണുന്നു, ഞാൻ എന്നെ എങ്ങനെ കാണുന്നു, എനിക്ക് എന്നെക്കുറിച്ചുള്ളതായ ഒരു ചിന്താഗതി, കോൺസെപ്റ്റ്. അതുപോലെ സമൂഹം എന്നെക്കുറിച്ചുള്ള, ഒരു വ്യക്തി എന്നൊക്കെ എന്നെക്കുറിച്ചുള്ള കോൺസെപ്റ്റ്. ഈ രണ്ട് കോൺസെപ്റ്റിൻ്റെയും കൂടെ ആകത്തുകയാണ് എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഞാനിത് മീറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്നെക്കുറിച്ചുള്ള ആഗ്രഹങ്ങളും പ്രതീക്ഷകളും, സമൂഹം എന്നെക്കുറിച്ച് ചിന്തിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്, ഇത് രണ്ടും കൂടെ ഒരു സിംഗറൈസ് ചെയ്യുന്ന സമയത്ത് മാത്രം, ഒന്നാകുന്ന സമയത്ത് മാത്രമാണ് ഇവൻ്റെ ഐഡൻറ്റിറ്റി നമ്മൾ ക്ലിയർ ആയിട്ട് കിട്ടുകയുള്ളൂ. സമൂഹം ഒന്ന് പ്രതീക്ഷിക്കുക, ആ വ്യക്തി വേറൊന്ന് സമൂഹത്തിലേക്ക് കൊടുക്കുക. സമൂഹത്തിൽ നമ്മൾ മറ്റൊന്ന് സമൂഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുക, ആ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന പ്രതികരണം എഗൻസ്റ്റ് ആകുക. ഇത് രണ്ടും കൂടെ വരുമ്പോൾ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എമോഷണൽ ആകാം, നമ്മുടെ പെരുമാറ്റത്തിൽ നിന്ന് വൈകാരികമാകാം, നമ്മുടെ പെരുമാറ്റത്തിൽ നിന്നുള്ള നമ്മുടെ ബിഹേവിയർ ആകാം,
നമ്മുടെ ചിന്താഗതികളാകാം, സമൂഹം നമ്മളെക്കുറിച്ച് ചിന്താഗതിയാകാം, ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ആകാം, ഏതും ഇതിനകത്താകാം. അപ്പോൾ ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റി നിർണ്ണയിക്കുന്നതിൽ ആദ്യമായി യൂത്ത് എന്താണ്, പിന്നെ യൂത്തിൻ്റെ ഐഡൻറ്റിറ്റി എന്താണ്, ആ ഐഡൻറ്റിറ്റിയെ കുറിച്ച് ഇപ്പോൾ പറയുന്നത്. അപ്പം ഈ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ആദ്യം ഫോം ചെയ്യുന്ന ഫാമിലിയിൽ നിന്നാണ്. അപ്പോൾ ഫാമിലിയിലുണ്ടാകുന്ന സ്വാതന്ത്ര്യം, ഫാമിലി കൊടുക്കുന്ന ഫ്രീഡവും, അവനെ സ്വന്തമായി ചിന്തിക്കാനുമുള്ള കഴിവാണ് അവൻ്റെ ഐഡൻറ്റിറ്റി ആദ്യം ഉണ്ടാക്കുക. ഇതെല്ലാം അവൻ്റെ ഐഡൻറ്റിറ്റി സൊസൈറ്റിയാണ്, സമൂഹമാണ്. സമൂഹത്തിനകത്തുള്ളത് പിയർ ഗ്രൂപ്പ്സ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ഏത് പിയർ ഗ്രൂപ്പ്സിൻ്റെ കൂട്ടത്തിൽ ചേരുന്നു, നമ്മൾ ഏത് സമൂഹം, ആ പിയർ ഗ്രൂപ്പ്സ് നമ്മളെങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു, ആ അക്സെപ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മുടെ ചിന്താഗതികൾ എങ്ങനെ വരുന്നു, അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഈ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് സമൂഹം നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നു, നമ്മൾ സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, അല്ലെ എനിക്ക് എന്നെക്കുറിച്ചുള്ള ധാരണയും സമൂഹത്തിന് എന്നെക്കുറിച്ചുള്ള ധാരണയും ഒരുമിച്ചാകുമ്പോൾ അതിന് വേറൊരു ഡയമെൻഷൻ കൊടുക്കുമ്പോൾ അതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഐഡൻറ്റിറ്റിയിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് ദ ഫാമിലിയാണ് ഇതിൻ്റെ മുഖ്യധാരയിൽ നിൽക്കുന്ന ഫാമിലി. നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിയുടെ മുഖ്യധാരയിൽ നിൽക്കുന്ന ഫാമിലിയാണ്, കുടുംബമാണ്. കാരണം എങ്ങനെ കുട്ടിയെ അച്ഛൻ വളർത്തിക്കൊണ്ട് വരുന്നു, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാരൻറ്റിങ് ഉണ്ട്. മാതാപിതാക്കൾ കുട്ടികളെ എങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മാതാപിതാക്കൾ കുട്ടികളെ വളർത്തിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതോറിറ്റേറിയൻ ആണോ, അതായത് നമ്മൾ പറയുന്നത് മാത്രം കേൾക്കുന്ന അല്ലെങ്കിൽ അനുസരിപ്പിക്കുന്ന അച്ഛനമാരാണ്, അതോ കുട്ടികളെ ഫ്രീ ആയിട്ട് വിട്ടിരിക്കുന്ന, അത് അവരുടെ സ്വാതന്ത്ര്യത്തിന് തീരുമാനിക്കാണോ, അത് ഓട്ടോക്രാറ്റിക് ടൈപ്പാണോ, അതായത് മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി കാര്യങ്ങൾ മനസ്സിലാക്കി അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ഒരു സ്വന്തമായ തീരുമാനം എടുക്കുന്ന അച്ഛനാണോ, അത് ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടോണം എന്നുള്ള അച്ഛനാണോ, അല്ലെങ്കിൽ പാരൻറ്റിങ് സ്റ്റൈലാണ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ പാരൻറ്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഏത് തരത്തിലുള്ള പാരൻറ്റിങ് സ്റ്റൈലാണ് നല്ലത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിറ്റുവേഷൻ അനുസരിച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ പാരൻറ്റിങ് എന്ന് പറയുന്നത് ഒന്ന് ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും കുട്ടികൾക്ക് എന്തും ചെയ്യാനായിട്ടുള്ള അനുവാദം കൊടുക്കുന്ന ഒരു പാരൻറ്റിങ് മെത്തേഡുണ്ട്. അല്ലെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് പെർമിസീവ് പാരൻറ്റിങ്. പെർമിസീവ് എന്ന് വെച്ചാൽ അനുവാദം കൊടുക്കും, കുട്ടിക്ക് എന്തും ചെയ്യാൻ അവരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ കൈകടത്തുന്നില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാമെന്ന് പറയും പെർമിസീവ് ആയിട്ടാണ്. ആൻഡ് അൺഇൻവോൾവ്, ചില പാരൻസ് ഉണ്ട് ഒന്നിനകത്ത് ഇടപെടുക, നിങ്ങൾക്ക് എന്ത് വേണം ചെയ്തു, ഞാൻ അതിനകത്ത് ഇടപെടുക, എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവർ അച്ഛൻ എന്നുള്ളത് എനിക്ക് അമ്മയെന്നുള്ളത് ഞങ്ങളുടെ ജോലികൾ തീർന്നു, നിങ്ങളതിന് ചെയ്യേണ്ട, ഇൻവോൾവ് ആകുക. അതേപോലെ അതോറിറ്റേറിയൻ ലീഡർ ആകുക, അത് ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി, ഞാൻ പറയുന്നത് കേൾക്കുക, ഞാൻ പറയുന്നത് പ്രവർത്തിക്കുക, അതിനനുസരിച്ച് മുമ്പോട്ട് നീങ്ങിയാൽ മതി എന്ന് ചിന്തിക്കുന്നതായ ഒരു പാരൻറ്റിങ് സ്റ്റൈലുണ്ട്. അതായത് അടിച്ചമർത്തി പിള്ളേരെ വളർത്തുക. മറ്റേന്ന് വെച്ചാൽ എന്തും ചെയ്യാനായിട്ട് നമ്മൾ അനുവദിക്കുക. പിന്നെ ഒന്നിനകത്ത് ഇൻവോൾവ് ആകുന്നില്ല. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ പോകുക, എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല, ഞാൻ അച്ഛൻ എന്നുള്ളത് ഇവിടെ നിൽക്കും, അതുമാത്രമേ എൻ്റെ ജോലിയുള്ളൂ, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് മുമ്പോട്ട് പോകാം എന്ന് ചിന്തിക്കുന്ന ഒരു പാരൻറ്റിങ് സ്റ്റൈൽ. പിന്നെ അതോറിറ്റേറിയൻ, ഞാൻ പറയുന്ന എല്ലാം നടത്തിയേ പറ്റുള്ളൂ, അതിനകത്ത് മാറ്റമൊന്നുമില്ല, ദാറ്റ് ഇസ് കോൾഡ് അതോറിറ്റേറിയൻ. ദെൻ അതോറിറ്റേറ്റീവ് ഫാദർ നമ്മൾ രണ്ടുപേരും മ്യൂച്വലി എഗ്രി ചെയ്ത് ജനാധിപത്യപരമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ഇതിലേത് സ്റ്റൈലാണ് ശരി എന്ന് ചോദിച്ചാൽ അത് സാന്ദർഭികമായി ചെയ്യേണ്ടതാണ്. ഓരോ സന്ദർഭത്തിനും അനുസരിച്ച് നമ്മൾ അതിൻ്റെ രീതിയിൽ എങ്ങനെ പെരുമാറണം എന്ന് തീരുമാനിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് ചെയ്യുമ്പോൾ മാത്രമേ ആ പാരൻറ്റിങ് റോള് ശരിയാവുള്ളൂ. അത് അതോറിറ്റേറിയൻ ആണോ ശരി, അല്ലെങ്കിൽ അൺഇൻവോൾവ് ആണ് ശരി, ഓർ പെർമിസീവ് എന്ത് ചെയ്യാൻ അനുവാദം കൊടുക്കുന്ന ഒരു ഫാദറാണ്, അതോ അതോറിറ്റേറ്റീവ് ആണ്. അതോറിറ്റേറ്റീവ് രണ്ടാണ്. അതോറിറ്റേറ്റീവ് എന്ന് വെച്ചാൽ കാര്യങ്ങൾ പറഞ്ഞൊരു ലീഡർഷിപ്പ് സ്റ്റൈലിൽ മുമ്പ് നിന്ന് ചെയ്യുന്നതാണ്. അപ്പം മറ്റേത് ഒന്നിനകത്ത് എന്ത് വേണം നിങ്ങൾ ചെയ്തു, നമ്മൾ യാതൊരു ബന്ധുവാതായിട്ടില്ല. ഏത് ശരി എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ സെൽഫ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എന്നെക്കുറിച്ചുള്ള ഭാവം എന്ന് പറയുന്നത് അത് നമ്മൾ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായ ഒരു വ്യക്തിത്വം നമുക്ക് ഉണ്ടാക്കിയിരിക്കണം. ആ വ്യക്തിത്വം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻറ്റേർണൽ നമ്മൾ പെരുമാറുന്നതും സമൂഹം നമ്മളെ കാണുന്നതും സമൂഹവും ഞാനും എന്നെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. ഐ ആം നോട്ട് വാട്ട് ഐ തിങ്ക് ഐ ആം, ഐ ആം നോട്ട് വാട്ട് യു തിങ്ക് ഐ ആം, ഐ ആം വാട്ട് ഐ തിങ്ക്, വാട്ട് യു തിങ്ക്, വാട്ട് ഐ ആം. ഇതാണ് പറയുന്നത്. അപ്പം ഈ രീതിയിലുള്ള ഒരു സെൽഫ് വരുമ്പോഴാണ്
ഒരു ഐഡൻറ്റിറ്റി വരുമ്പോഴാണ് നമ്മൾ ഇവരെ ഒരു വ്യക്തിയായിട്ട് നമ്മൾ കാണുന്നത്. ആ ഐഡൻറ്റിറ്റി ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, ഐഡൻറ്റിറ്റി ഇല്ലാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ there is always a conflict. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി എന്താണ്, ഐഡൻറ്റിറ്റി എങ്ങനെ ഉണ്ടാകുന്നത്? അപ്പോൾ ഐഡൻറ്റിറ്റി ഉണ്ടാകുന്നതിന് ആദ്യത്തെ എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ ഈസ് കോൾഡ് ഫാമിലി, സെക്കൻഡ് വൺ ഈസ് ദ സൊസൈറ്റി, ദെൻ എഡ്യൂക്കേഷൻ സിസ്റ്റം, എഡ്യൂക്കേഷൻ എങ്ങനെ വരുന്നു, ദെൻ ദ പിയർ ഗ്രൂപ്പ്സ്. അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടെ കൂടിയിട്ടുള്ളതാണ് നമ്മളൊരു വ്യക്തിയുടെ വളർച്ചയിൽ അവർക്ക് ഐഡൻറ്റിറ്റി ഉണ്ട്. ഇവർ പരസ്പരം എങ്ങനെ ഇവരെ കാണുന്നു എന്നുള്ളതനുസരിച്ചാണ് ഇവരുടെ ഐഡൻറ്റിറ്റി വരുന്നത്. അപ്പോൾ ഇതേ ഐഡൻറ്റിറ്റിയിൽ പിന്നെ വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ്സ്, പിയർ ഗ്രൂപ്പ്സ്. ഏത് തരത്തിലുള്ള പിയർ ഗ്രൂപ്പ്സാണ് നമുക്കിതിനകത്ത് വരിക? അപ്പോൾ ഇത് വരാനായിട്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു കൺഫ്യൂസ് സ്റ്റേജ് ഉണ്ട്. കൺഫ്യൂസ് സ്റ്റേജ്, അതായത് നമ്മൾ ആദ്യം പറഞ്ഞു, ആ തിയറിക്കകത്ത് പറഞ്ഞിങ്ങനെയാണ്, ചിലപ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ചിന്താഗതി അറിയാതെ നമ്മളങ്ങ് എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഫോഴ്സ്ഫുള്ളായിട്ടൊരു തീരുമാനം എടുക്കുക, അല്ലെ ആലോചിച്ച് നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ അവിടുന്ന് അവോയ്ഡ് ചെയ്ത് പോവാം. അപ്പം ഏത് തരത്തിൽ വേണമെങ്കിലും വരാം. അപ്പോൾ പാരൻറ്റിങ്ങിനകത്തുണ്ട്, നമ്മുടെ ചിന്താഗതി നമ്മൾ വരുന്ന ഏതിനകത്തുണ്ട്, അങ്ങനെയാണ് നമുക്കിത് ഫോം ചെയ്ത് വരുന്നത്, ഐഡൻറ്റിറ്റി ഫോം ചെയ്ത് വരുന്നത്. പിന്നെ ഐഡൻറ്റിറ്റി ഫോം ചെയ്ത് വരുന്നതെന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. എങ്ങനെയാണ് എഡ്യൂക്കേഷൻ എങ്ങനെ കിട്ടുന്നത്, എവിടെ എഡ്യൂക്കേഷൻ കിട്ടുന്നു. പിന്നെ നമ്മൾ വളരുന്ന റേസ്, ക്രീഡ്, കാസ്റ്റ്, ഇതെല്ലാം നമുക്ക് ഒരു ഇതുണ്ട്. റിലീജിയൻ എങ്ങനെ ഒരു കുട്ടിയുടെ ഐഡൻറ്റിറ്റിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, റേസ് എവിടെ നിന്ന് വരുന്നു, ഏത് വരുന്നു, നമ്മുടെ എഡ്യൂക്കേഷൻ നമുക്ക് കുട്ടികളുടെ ഇതിനകത്ത് റേസ് ഐഡൻറ്റിറ്റിയിൽ വ്യത്യാസം വരുന്നു. അപ്പോൾ ഏത് കാര്യങ്ങളും കുട്ടിയുടെ ഐഡൻറ്റിറ്റിയിൽ വ്യക്തമായ നിർബന്ധമായ ഒരു സ്ഥാനം വഹിക്കുന്നതാണ്. അപ്പോൾ അതാണ് ഐഡൻറ്റിറ്റി. ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത്, സമൂഹം നമ്മളെക്കുറിച്ച് ഇത് തമ്മിൽ സിങ്ക്രണൈസ് ചെയ്യുന്നു, ഒന്നായിട്ട് വരുമ്പോഴാണ് നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ആ സമൂഹത്തിൽ നിലനിൽക്കുക. അതിന് ഏതൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന് നമ്മൾ പഠിക്കും. പഠിച്ച ഒന്നിനകത്ത് നമ്മൾ പഠിച്ചത് സൊസൈറ്റിയാണ്. സൊസൈറ്റിയിൽ ദെൻ സിബ്ലിംഗ് റിലേഷൻഷിപ്പ്. സിബ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൽ ചിലപ്പോൾ ഒരാളായിരിക്കണമെന്നില്ല, സഹോദരന്മാരുണ്ടാവും. ഇവർ തമ്മിൽ ഉള്ള റിലേഷൻഷിപ്പ് ചില സമയത്ത് റൈവലറി ആയിരിക്കും, ഇവർ തമ്മിൽ വഴക്കായിരിക്കും, അസൂയാപരമായിട്ടുള്ള ബന്ധം. അസൂയാപരത്തിൽ രണ്ടുപേരും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കാത്ത ഒരു റിലേഷൻഷിപ്പ് സിബ്ലിംഗ് ആയിട്ട്. ചിലപ്പോൾ ഒരു വീട്ടിൽ 5-6 സിബ്ലിങ്സ് ഉണ്ടെന്ന് ഇരിക്കട്ടെ, അപ്പോൾ ഇവർ 6 പേരുടെയും ചിന്താഗതി, കാഴ്ചപ്പാട് എൻ്റെ ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു പക്ഷേ നമ്മൾ ഈ 6 പേരെയും ഒരേ രീതിയിലാണ് കാണുന്നതെങ്കിൽ അവരുടെ പെർസെപ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും എൻ്റർലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ സിബ്ലിങ്ങിൽ എപ്പോഴും റിവൽവറി, എപ്പോഴും വഴക്കുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു കോൺഫ്ലിക്റ്റ്, എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ. ഈ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള ചിന്താഗതിയിലാണ്. അതിനകത്ത് മെയിനായിട്ട് വരുന്നത് അച്ഛനും അമ്മയും അവരെ സ്നേഹിക്കുന്നു, അല്ല എന്നെ സ്നേഹിക്കുന്നില്ല, അവർക്ക് കൊടുക്കുന്ന പരിഗണന എനിക്ക് തരുന്നില്ല, അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട എന്ത് കാര്യങ്ങളാണോ അത് എനിക്ക് ചെയ്തു തരുന്നില്ല, അല്ലെങ്കിൽ എന്നെ അവർ കൂടുതൽ പനിഷ് ചെയ്യുന്നു. അപ്പം ഏത് രീതിയിലും വരാം. അപ്പം സിബ്ലിങ്ങുമായിട്ടുള്ള ആ ഒരു അടുപ്പം, ആ ഒരു ബന്ധം നമുക്ക് പലപ്പോഴും പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ സമൂഹം, ആ സിബ്ലിങ്ങിൽ നമ്മൾ പോകുമ്പോൾ അവിടെ അംഗീകരിക്കപ്പെടുന്നില്ല എന്നല്ല, ആ സിബ്ലിങ്ങുമായിട്ട് പ്രശ്നം ഉണ്ടാകുമ്പോഴത്തെ കുഴപ്പമെന്ന് വെച്ചാൽ ആ ഒരു ഫാമിലിക്ക് അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതോറിറ്റേറിയൻ ലീഡർഷിപ്പ് ചിലപ്പോൾ നടക്കാതെ വരും. അപ്പം സിബ്ലിങ്ങുമായിട്ട് റിവൈവലറി എപ്പോഴും ചിലപ്പം മൂത്ത കുട്ടിക്ക് ഇളയ കുട്ടിയെ കണ്ടുകൂടാം. അല്ല, കാരണം എന്നെ പറയുന്നതെന്ന് വെച്ചാൽ എന്നെ അച്ഛനും അമ്മയും എന്നെ സ്നേഹിക്കുന്നതിനെ കണ്ടും കൂടെ അവളെ സ്നേഹിക്കുന്നു, അല്ല അവനെ സ്നേഹിക്കുന്നു. ഇത് ജെൻഡറിലും കാണാം, ആണ് പെണ്ണ്, ആണിനോട് അമ്മയ്ക്ക് സ്നേഹം, പെണ്ണിനോട് അമ്മയ്ക്ക് സ്നേഹം, രണ്ടുപേരും രണ്ടായിട്ട് കാണുന്നു എന്ന് പറഞ്ഞു. ദാറ്റ് ഇസ് ഇപ്പോൾ സിബ്ലിംഗ് റിവൽവറി. അപ്പോൾ സിബ്ലിങ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഷുഡ് ബി പോസിറ്റീവ്. എല്ലാവരും ഒരു ഫാമിലിയിലെ മെമ്പറായിട്ടും അവിടെ ഒരു വ്യത്യാസവും ഇല്ല എന്ന് രണ്ടുപേരും മനസ്സിലാക്കണം. അതാണ് സിബ്ലിംഗ് റിലേഷൻഷിപ്പ്. സിബ്ലിംഗ് റിലേഷൻഷിപ്പ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അത് മെയിനായിട്ട് നമ്മൾ ഒരു ഫാമിലിയിലെ അച്ഛനും അമ്മയും തന്നെയാണ് ആ സിബ്ലിംഗ് ഇത് ഉണ്ടാക്കുന്നത്. അത് അടുത്തൊരു കുട്ടി ഉണ്ടാകുമ്പോൾ, ആദ്യത്തെ കുട്ടി ഉണ്ടായി, രണ്ടാമത്തെ കുട്ടി ഉണ്ടാകാൻ പോകുമ്പോൾ മൂത്ത കുട്ടികൾക്ക് നമുക്ക് കൊടുക്കേണ്ട ഒരു മെസ്സേജ്, നിനക്ക് ശത്രുവല്ല, മറിച്ച് നിനക്കൊരു ഫ്രണ്ട് വരുന്നു, നീ ഒരു ചേട്ടനോ ചേച്ചിയാകാൻ പോകുന്നു.
നിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് അവരെയും കൂടെ നോക്കേണ്ടത് എന്നുള്ള രീതി, അല്ലെങ്കിൽ ഒരു സ്നേഹം, ഒരു ഫ്രണ്ടാണ് വരുന്നത് എന്നുള്ള രീതി നമ്മൾ അവിടെ റിലേഷൻഷിപ്പ് വളരാൻ സമ്മതിക്കണം. അപ്പോൾ ഇതിന് രണ്ടിനും ഗുണവും ദോഷവുമുണ്ട്. അപ്പം ഗുണം കൂടുതൽ ചിലപ്പോൾ ചില ഡിപ്പെൻഡൻസി ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടും. ദോഷം നമ്മൾ ഡിപ്പെൻഡൻസി അത് ദോഷമാണ്. ആ ഒരു രണ്ടുപേരും തമ്മിലുള്ള വഴക്കുണ്ടാകുമ്പോൾ, അല്ല രണ്ടുപേരും തമ്മിൽ കൂടുതൽ അടുപ്പുണ്ടാകുമ്പോൾ ഒരാൾ ഡിപ്പെൻഡൻസി ഉണ്ടാകുന്നുള്ള കാര്യം കൂടെ. പക്ഷേ ഒരു യൂണിറ്റി ഓഫ് എന്ന് പറഞ്ഞ് ഷെയറിങ് ആൻഡ് കെയറിങ് എന്നുള്ളൊരു തോട്ട്സ് അവിടെ ഉണ്ടാവും. ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈ സിബ്ലിങ്ങിൽ ഉണ്ടാകേണ്ടത്. അതായത് രണ്ട് പേരുണ്ടെങ്കിൽ രണ്ട് പേരും ഒരുപോലെ ആയിരിക്കും സ്നേഹിക്കപ്പെടുന്നത്, ഒരുപോലെ ആയിരിക്കും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്നത് എന്നുള്ള ഫീലിംഗ് രണ്ടിലും ഉണ്ടാക്കണം. ആ രണ്ട് പേരിലുണ്ടെങ്കിൽ രണ്ട് പേരും തമ്മിലുള്ള ദൃഢമായൊരു ബന്ധം ഉണ്ടാകണം. അതാണ് സിബ്ലിംഗ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ സിബ്ലിംഗ് റിലേഷൻഷിപ്പ് വന്ന് there will be a problem. So next one is called integration relationship. അപ്പം ഇന്റർജനറേഷണൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ പല ജനറേഷൻസ് ഉണ്ടാകും. അപ്പോൾ പല ജനറേഷൻസ് പല കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാകാം. ആ പല കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് ചില ഫാമിലി ലാസ്റ്റ് 2 ജനറേഷൻസ് ഒരുമിച്ച് താമസിക്കുന്നതാണ്, 2 ജനറേഷൻസ് നമ്മൾ ഒരുമിച്ചാണ്. ചിലപ്പം ചില ഫാമിലി ഒന്നോ രണ്ടോ ജനറേഷൻസ് നമ്മൾ അവിടെ ഒരുമിച്ച് താമസിക്കുന്നുണ്ടാകും. അപ്പൂപ്പനെ മക്കള്, അവരുടെ മക്കള് എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഇവിടെയൊക്കെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദ കൾച്ചർ ഓഫ് ദാറ്റ് ഗ്രൂപ്പ്. ചില ഗ്രൂപ്പുകളിൽ അങ്ങനെ ഒരുമിച്ച് താമസിക്കുകയല്ല, കാരണം അവരുടെ കൾച്ചർ അനുവദിക്കുന്നില്ല. ചിലത് ഇങ്ങനെ കൂട്ടുകുടുംബമായിട്ട് നമ്മൾ നിൽക്കുന്നു, അങ്ങനെയുണ്ട്. അപ്പം അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയുണ്ട്, അവർ തമ്മിലുള്ള ലിവിങ് കണ്ടീഷൻസ് എങ്ങനെ നമ്മൾ അത് അർബൻ ഏരിയയിലും റൂറൽ ലെവലാണ് ദാറ്റ് ഈസ് എൻ്റർലി ഡിഫറെൻറ്റ്. അപ്പം ഓരോ സ്ഥലങ്ങളിൽ ഉള്ള രീതിയിലാണ് ഇൻ്റഗ്രേഷൻ റിലേഷൻഷിപ്പ് നമുക്ക് ഉണ്ടാകുക. പക്ഷേ മെയിൻലി എല്ലാവരുമായിട്ടൊരു സ്നേഹബന്ധം ഉണ്ടാകണം. അപ്പോൾ റൂറൽ ആണെങ്കിലും അർബൻ ഏരിയയിലാണെങ്കിലും പറയാം, ഫാമിലിക്ക് ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ഫാമിലി സ്ട്രക്ചർ ഏത് രീതിയിലാണ് ഫാമിലി ഉണ്ടാകുക, അത് ഫാമിലി ഏത് ടൈപ്പ് ആയിരിക്കണം, ഇറ്റ്സ് ജോയിൻറ്റ് ഫാമിലി ആക്കണോ, അത് ഇൻഡിവിജ്വൽ ആയിരിക്കണോ, ന്യൂക്ലിയർ ഫാമിലി ആക്കണോ, പിന്നെ എങ്ങനെ ഇത് വളർന്നു വരുന്നു, എങ്ങനെ അവർ തമ്മിലുള്ള റിലേഷൻ, എങ്ങനെ അവർ തമ്മിലുള്ള റീപ്രൊഡക്ഷൻ, നെക്സ്റ്റ് ജനറേഷനും ഈ റിലേഷൻഷിപ്പൊക്കെ എങ്ങനെയുണ്ട്. പിന്നെ ഫാമിലി വാല്യൂസ് ഉണ്ട്. യൂത്ത് എന്ന് പറയുന്ന ഫാമിലി വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇന്നതായിരിക്കണം, ഇതായിരിക്കണം, അച്ഛനും അമ്മയും തമ്മിൽ ഇങ്ങനെ ആയിരിക്കണം, ഇന്ന ആൾക്കാർ തമ്മിൽ ഇങ്ങനെ ആയിരിക്കണം, ഇവരുടെ റിലേഷൻഷിപ്പ് ഇതായിരിക്കണം, അങ്ങനെ പറയുന്ന ആ ഒരു സംഗതി ദാറ്റ് ഈസ് കോൾഡ് ഫാമിലി വാല്യൂസ് കൊടുക്കുക. ഫാമിലിക്ക് വാല്യൂസ് കൊടുക്കുക. അപ്പോൾ ഫാമിലിയിലെ കൾച്ചറിൻ്റെ ഇതുണ്ട്. പിന്നെ ഫാമിലി വാല്യൂസ് എന്ന് പറയുന്നത് അച്ഛന് പ്രാധാന്യം, അമ്മയ്ക്ക് പ്രാധാന്യം, ഇങ്ങനെയാണ് ഒരു ജീവിതം വേണ്ടത്, ഇങ്ങനെ ചിന്തിക്കുക. അപ്പം ആ ഒരു റിലേഷൻഷിപ്പാണ് നമ്മൾ ഫാമിലി പിന്നെ പ്രതീക്ഷിക്കുക. പിന്നെ ഫാമിലിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന സെൽഫ് റിലേഷൻഷിപ്പ്. അപ്പം നമ്മളോട് സ്നേഹം, നമ്മൾ മറ്റുള്ളവരെ എങ്ങനെ സ്നേഹിക്കുന്നു. അപ്പം ഈ ഫാമിലിയിലെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ കൾച്ചറിലും ഫാമിലി സ്ട്രക്ചറിലുമുള്ള ബന്ധങ്ങളാണ്. അതിനകത്ത് ഫാമിലി വാല്യൂസ് ഉണ്ട്, ദെൻ ഫാമിലി ക്രെഡിബിലിറ്റി ഉണ്ട്, പിന്നെ ഫാമിലി റിലേഷൻഷിപ്പിൻ്റെ ഉണ്ട്. സോ ഇതാണ് ഇൻ്റർജനറേഷണൽ റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ 2 or 3 തലമുറകളുള്ള ഒരു ഫാമിലിയിലെ ഒരു ട്രീ വരച്ച, ഫാമിലി ട്രീ വരച്ച എല്ലാവരും തമ്മിലുള്ള റിലേഷൻസ് കാര്യങ്ങൾ. നമ്മളെപ്പോഴും ഈ ഫാമിലി ട്രീ വരയ്ക്കാൻ പറയുമ്പോൾ ഹൈറാർക്കി അനുസരിച്ച് പലപ്പോഴും കുട്ടികൾക്ക് അറിയാൻ പറ്റില്ല. അറിയാൻ പറ്റാത്തതിൻ്റെ കാരണം വേറൊന്നുമല്ല, കുട്ടികൾ അതുമായിട്ട് എക്സ്പോസ്ഡ് ആയിട്ടില്ല. അപ്പോൾ പലപ്പോഴും നമ്മൾ ഫാമിലി വരുമ്പോഴത്തേക്കും ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ന്യൂക്ലിയർ ഫാമിലി, അത് അച്ഛനും അമ്മയും കുട്ടികളൊക്കെ, വേറെ ഒരു സമൂഹമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇങ്ങനെ വരുമ്പോൾ തന്നെ അത് ഫാമിലിയുടെ കൾച്ചറോ അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ജീവിക്കണം എന്നുള്ളതോ, എന്തൊക്കെയാണ് ഫാമിലി വാല്യൂസ് എന്നത്, എങ്ങനെയാണ് ഫാമിലി മോറൽ വാല്യൂസ്, എങ്ങനെ മൊറാലിറ്റി എങ്ങനെ വേണം, ആൻഡ് എങ്ങനെ സെൽഫ് റെസ്പെക്റ്റ് ചെയ്യണം, ദെൻ വാട്ട് ഈസ് അവർ പൊസിഷൻ എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കാം. അപ്പം ഇൻ്റർജനറേഷണൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ 2 or 3 തലമുറകളുടെ ഉള്ള ബന്ധവും അവരെ എങ്ങനെ ഫാമിലി കൾച്ചർ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നു, എങ്ങനെ ഒരു ഫാമിലി കൾച്ചർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നു, അങ്ങനെയാണ്. പിന്നെ നമ്മൾ പറയുന്നത് ഫാമിലി മോഡൽ ഇൻ്റർഡിപ്പെൻഡൻസ്. എപ്പോഴും ഇൻ്റർഡിപ്പെൻഡൻസ് ഉണ്ടാകും. ഒരാളുമായിട്ട് എങ്ങനെ ചെയ്യുക, ഓവർ ഡിപ്പെൻഡൻസി ഉണ്ടാകുന്നതാകാം,
അല്ലെങ്കിൽ അച്ഛനും അമ്മയും മക്കളെ ഒരുമിച്ച് വെച്ച് നിർത്തിയിരിക്കുന്നതാകാം. അതിൽ മെമ്പേഴ്സ് ഇൻ ദ ഫാമിലി അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് ഇതായിരിക്കും. അപ്പം ഫാമിലി മോഡൽ ഇൻഡിപെൻഡൻസ്. ദെൻ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എല്ലാവർക്കും ചെയ്യാം എന്നുള്ളതല്ല. ഫാമിലി എൻ്റേതാണ് ഫാമിലി, ഈ റൂട്ടിലാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഫാമിലി മോഡൽ ഇൻഡിപെൻഡൻസ് ആണെങ്കിൽ എൻ്റെ ഫാമിലിക്കാണ് ഏറ്റവും വലിയ പ്രാധാന്യമുള്ളത്. ഐ എം വെരി മച്ച് അറ്റാച്ച് ടു ദ ഫാമിലി. ഞാൻ ഫാമിലിയായിട്ട് വളരെ അടുത്തൊരാളാണ്. എൻ്റെ ഫാമിലിയായിട്ടുള്ള എൻ്റെ റിലേഷൻഷിപ്പ് എനിക്ക് ഭയങ്കര സമാധാനം തരുന്നു. അതാണ് ഫാമിലി മോഡൽ ഓഫ് ഇൻ്റർ റിലേഷൻഷിപ്പ്. അപ്പം ഫാമിലി എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഒരെണ്ണമാണ്. എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ ഞാനുമായിട്ട് കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നു. ആൻഡ് ആ ഒരു റിലേഷൻഷിപ്പ് വെച്ചുമ്പോൾ എനിക്ക് ഫാമിലിയിൽ ഏറ്റവും കൂടുതൽ സമാധാനം കിട്ടുന്നു. അപ്പം ആ ഫാമിലി എന്നുള്ള ഐഡൻറ്റിറ്റി വരുമ്പോൾ കുടുംബത്തിന് നമ്മൾ ഒരു മോഡൽ പ്രിഫറൻസ് നമ്മൾ കൊടുക്കുകയാണ്. ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് കൊടുക്കുകയാണ്. പിന്നെ മോഡൽ ഓഫ് ഇൻഡിപെൻഡൻസ് വരുമ്പോൾ ഞാൻ എൻ്റെ ഫാമിലിയൊക്കെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ ഫാമിലിയുടെ കീഴിലല്ല നിൽക്കുന്നത്. എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്ത് തീരുമാനം എടുക്കാം. അച്ഛൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയും സഹോദര എനിക്കല്ല, എനിക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാം. ദാറ്റ് ഇസ് മോഡൽ ഓഫ് ഇൻഡിപെൻഡൻസ്. അതുപോലെ തന്നെ എൻ്റെ കുടുംബക്കാരെങ്ങനെ ചിന്തിക്കും അതുപോലെ എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു ചിന്താഗതിയാണുള്ളത്. ഞാൻ അവർ പറയുന്ന രീതിയൊന്നും ഞാൻ കേൾക്കുകയില്ല. എനിക്ക് എൻ്റേതായ തീരുമാനങ്ങൾ, എൻ്റെതായ കാര്യങ്ങളേ. അപ്പം ഞാൻ മറ്റുള്ളതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ചിന്തിക്കുന്നില്ല. അപ്പോൾ ഇതാണ് ഫാമിലി മോഡൽ ഓഫ് ഇൻഡിപെൻഡൻസ്. ദെൻ ഫാമിലി മോഡൽ ഓഫ് സൈക്കോളജിക്കൽ ഇൻ്റർഡിപെൻഡൻസ്. അപ്പം അടുത്തത് വരുമ്പോഴത്തേക്ക് ഒരു സൈക്കോളജിക്കലായിട്ട്, ഒരു വൈകാരികമായിട്ട്, അപ്പം ആ ഫാമിലി മോഡൽ ഓഫ് സൈക്കോളജിക്കൽ ഇൻ്റർഡിപെൻഡൻസ് നമുക്ക് നമ്മുടെ വികാരങ്ങളെ പറയാനും പ്രകടിപ്പിക്കാനായിട്ടും അത് ഷെയർ ചെയ്യാനുമായിട്ടുള്ള ഒരു ബന്ധമാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഫാമിലിയായിട്ട് എനിക്ക് വൈകാരികമായി ബന്ധമില്ല എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഈ ഫാമിലിയായിട്ട് എനിക്ക് അത്ര വലിയ വൈകാരികമായ ബന്ധമൊന്നുമില്ല എന്ന് പറഞ്ഞത്. അപ്പം ഫാമിലി ഈ സൈക്കോളജി ഇൻ്റർഡിപെൻഡൻസ്, ഫാമിലി കുടുംബത്തിലുള്ള മറ്റുള്ളവരുമായിട്ട് ബന്ധം, തമ്മിലുള്ള ബന്ധം. അപ്പം ഈ ഇൻ്റർഡിപെൻഡൻസ് വരുമ്പോഴും കുറച്ചും കൂടെ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് തോന്നും. എങ്ങനെയാണ് ഫാമിലിയിലുള്ള ഒരു റിലേഷൻഷിപ്പ്? ഐദർ ഇറ്റ് ഈസ് സോളിഡാരിറ്റി ഓർ കോൺഫ്ലിക്റ്റ്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഏത് ഫാമിലി എങ്ങനെയായിരിക്കും? ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുക, ഇൻ്റർ റിലേഷൻ ഉണ്ടായിരിക്കും. അപ്പം ആദ്യത്തെ നമ്മൾ പാറ്റേൺസ് ഓഫ് ഇൻ്റർ ജനറേഷണൽ റിലേഷൻഷിപ്പിനകത്ത് ഒന്നുകിൽ നമ്മളിതെല്ലാം മറിച്ച് നമ്മൾ ചിന്താഗതികൾ മാറ്റി നമ്മളതുമായിട്ട് ജീവിക്കുന്നവരാകാം. അപ്പം എങ്ങനെയൊക്കെയാണ് പാറ്റേൺസ് ഓഫ് ഇൻ്റർ ജനറേഷൻ റിലേഷൻഷിപ്പ് ഉണ്ടാകുക? സോളിഡാരിറ്റി വേഴ്സ് ഓർ കോൺഫ്ലിക്റ്റ് എന്ന് വെച്ചാൽ ഒരേപോലെ ചിന്തിക്കുക, അല്ലെങ്കിൽ വഴക്കുണ്ടാക്കി ജീവിക്കുക. ഈ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഓഫ് ഐഡിയ, കോൺഫ്ലിക്റ്റ് ഈസ് എ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ. ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ബിറ്റ്വീൻ ടു പേഴ്സൺസ് ആകാം, ടു ഗ്രൂപ്പ്സ് ആകാം. അപ്പം ഇവിടെ എന്ന് പറയുന്നത് ഫാമിലി ആയതുകൊണ്ട് അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ദാറ്റ് ഇസ് കോൾഡ് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ. രണ്ട് തരത്തിലുള്ള ചിന്താഗതി വരിക. അത് നമ്മുടെ ഫ്രണ്ട്സുമായിട്ടാകാം, ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ടാകാം, നമ്മളെ വ്യക്തികളുമായിട്ടാകാം, ഫാമിലിയിലാകാം. ഇവിടെ ഫാമിലിയിലുള്ള രണ്ട് പാറ്റേൺസ് സോളിഡാരിറ്റി ഓർ കോൺഫ്ലിക്റ്റ്, ഒന്നുകിൽ ചേർന്ന് പോവുക. അപ്പോൾ ഫസ്റ്റ് സോളിഡാരിറ്റി സ്ട്രക്ചറൽ കോൾഡാരിറ്റി ആണ്. അത് സ്ട്രക്ചറൽ കോൾഡാരിറ്റി എന്ന് വെച്ചാൽ നമ്മൾ രണ്ട് പേരും തമ്മിലുള്ള, കുടുംബത്തിലുള്ള രണ്ട് പേരും തമ്മിൽ വളരെ നല്ല അടുപ്പം ഉണ്ട് എന്ന് ചിന്തിക്കുന്നു. ഇതൊക്കെ സ്ട്രക്ചറൽ, അത് ഘടനയിലുണ്ടാകുന്ന. അപ്പോൾ ഫിസിക്കൽ പ്രോക്സിമിറ്റി, ഒരു അടുപ്പം തോന്നുക, അച്ഛനും അമ്മയായിട്ട് നല്ല അടുപ്പം തോന്നുക, സിബ്ലിങ്സുമായിട്ട് നല്ല അടുപ്പം തോന്നുക, അവർ തമ്മിൽ ഒരുമിച്ച് നിൽക്കാനായിട്ട് നമ്മൾ തോന്നുക, അവരെ കാണണമെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കൊരു അടുപ്പം ഇല്ലെങ്കിൽ നമുക്ക് ആ വീട്ടിലേക്ക് പോകാൻ, ഫാമിലിയായിട്ട് ചേരാനും നമുക്ക് തോന്നുന്നില്ല. അപ്പം ഫസ്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സ്ട്രക്ചറൽ സോളിഡാരിറ്റിയാണ്. ഘടനപരമായി നിങ്ങൾ ഒന്നായിരിക്കുക, ഘടനപരമായി നിങ്ങൾ ബന്ധപ്പെട്ടിരിക്കുക, നിങ്ങൾ അടുക്കയിരിക്കുക. ദെൻ സെക്കൻഡ് അസോസിയേഷണൽ സോളിഡാരിറ്റി. ഈ അസോസിയേഷണൽ സോളിഡാരിറ്റി എന്ന് വെച്ചാൽ എത്ര അടുപ്പം, ഇപ്പം നമ്മളെവിടെയെങ്കിലും ഒരു ജോലിക്ക് പോയി മാറി നിന്നു,
അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് മാറി താമസിക്കുക. എത്ര സമയം നമ്മൾ എത്ര പ്രാവശ്യം അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ഇവരുമായിട്ട് നമ്മൾ അസോസിയേഷൻ ചെയ്യുന്നു. അപ്പം വീട്ടിലൊരു ഫംഗ്ഷൻ വന്നു, ഞാൻ വരുന്നില്ലെന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം, മക്കൾക്ക് വേണമെങ്കിൽ പറയാം എനിക്ക് വരുന്നില്ലെന്ന് പറയാം. മറിച്ച് ഈ ഫംഗ്ഷനിൽ എല്ലാവരും പങ്കെടുക്കണമെന്നുള്ള തീരുമാനം എടുക്കുക. അപ്പം കൂടുതൽ കോണ്ടാക്ട് വേണം. ഇനി നേരിട്ട് വരണമെന്നില്ല, നേരിട്ട് 1-to-1 കാണണമെന്ന് നമ്മൾ നിർബന്ധമൊന്നുമില്ല. ടെലിഫോണിൽ കൂടെ നമുക്ക് ചെയ്യാം, വീഡിയോ കോൾസ് നമുക്ക് ചെയ്യാം, ഇമെയിൽ നമുക്ക് അയക്കാം. സോ ദിസ് എ കോളിഡാരിറ്റി. ഫസ്റ്റ് അത് സ്ട്രക്ചറൽ സോളിഡാരിറ്റി. സെക്കൻഡ് അസോസിയേഷണൽ സോളിഡാരിറ്റി. അഫക്ച്വൽ സോളിഡാരിറ്റി എമോഷണൽ ക്ലോസ്നെസ് ആണ്, ബോണ്ടിങ് വരിക. കാരണം അതിൻ്റെ വൈകാരികമായിട്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നതാണ് അഫക്ച്വൽ സോളിഡാരിറ്റി എന്ന് പറയുന്നത്. അപ്പം ആദ്യം നമ്മൾ സ്ട്രക്ചറിലായിരിക്കണമായിരുന്നു. പിന്നെ ഫിസിക്കൽ പ്രോക്സിമിറ്റി, ശാരീരികമായുള്ള അടുപ്പം. ശാരീരികമായ അടുപ്പം വെച്ചാൽ സെക്സ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, അടുപ്പം. നമ്മൾ അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള അടുപ്പം, ശാരീരികമായിട്ട് അടുപ്പം. എനിക്കിന്ന് അച്ഛൻ്റെ പ്രസൻസ് എനിക്ക് ഇഷ്ടമാണ്, അച്ഛനുമായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അമ്മയുടെ അടുപ്പ് കിട്ടുക, അമ്മയുടെ പല കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും, അമ്മ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. ദാറ്റ് ഇസ് കോൾഡ് സ്ട്രക്ചറൽ സോളിഡാരിറ്റി. അസോസിയേഷണൽ സോളിഡാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവർ തമ്മിൽ എവിടെ പോയുള്ള കണക്ഷൻസ്, ഇവർ തമ്മിൽ എങ്ങനെയൊക്കെ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു, ഇവരുമായിട്ട് നമുക്ക് എങ്ങനെ കാര്യങ്ങൾ പറയാൻ പറ്റുന്നു. ദെൻ അഫക്ച്വൽ ദ എമോഷണൽ ക്ലോസ്നെസ് ബോണ്ടിങ് ബിറ്റ്വീൻ ടു പേഴ്സൺ. രണ്ടുപേരും തമ്മിൽ എത്ര അടുപ്പമുണ്ടാകുന്നു. നോർമേറ്റീവ് സോളിഡാരിറ്റി ബൈ അഗ്രിമെൻ്റ് ഓൺ ഫാമിലി വാല്യൂസ്. നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നു, ഭാര്യ ഭർത്താവ് ഒരുമിച്ച് നിൽക്കുന്നു, മക്കൾ ഒരുമിച്ച് നിൽക്കുന്നു. ഇത് ബിക്കോസ് ഓഫ് ദ എഗ്രിമെൻ്റ് ഫാമിലി വാല്യൂസുകൾ. അല്ലെങ്കിൽ ഭർത്താവ് ഒരിടത്ത്, ഭാര്യ ഒരിടത്ത്, മക്കളൊരിടത്ത് എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകരുത്, മാറി നിൽക്കരുതെന്നുള്ളതല്ല. മാറി നിന്നാലും അവർ തമ്മിലുണ്ടാകുന്ന മെൻ്റലി ഉള്ള ഒരു അടുപ്പം. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറൽ സോളിഡാരിറ്റി ആകാം, അസോസിയേഷണൽ സോളിഡാരിറ്റി ആകാം, അഫക്ച്വൽ സോളിഡാരിറ്റി ആകാം, നോർമേറ്റീവ് സോളിഡാരിറ്റി ആകാം. സാറേ ഇതൊക്കെ പരീക്ഷയ്ക്ക് സാധാരണഗതിയിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ബട്ട് കോൺഫ്ലിക്റ്റ് ഇൻ ദ ഫാമിലി, കോൺഫ്ലിക്റ്റ് മാത്രം പറഞ്ഞാൽ അത് വ്യത്യാസമാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, സൈക്കോളജി പഠിച്ചിട്ടുണ്ടാകും. അത് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകും. കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ലീഡ്സ് ടു കോൺഫ്ലിക്റ്റ്. അപ്പം ഈ ആ കോൺഫ്ലിക്റ്റ് വരുമ്പോൾ അടുത്ത് ഞാൻ പറഞ്ഞാൽ ഇതിപ്പം നോർമേറ്റ് ചെയ്ത് അടുപ്പം വരും. അപ്പം ഈ ഒരു അടുപ്പമില്ലാതെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. അപ്പോൾ സ്ട്രക്ചർ സോളിഡാരിറ്റി, സാധാരണ ഇത് ചോദിക്കാത്ത സോളിഡാരിറ്റി അല്ലെ കോൺഫ്ലിക്റ്റ് ഏതെങ്കിലും പരീക്ഷയ്ക്ക് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ദെൻ ഫങ്ഷണൽ സോളിഡാരിറ്റി. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനാൻഷ്യലിയും എമോഷണലുമുള്ള സപ്പോർട്ടാണ്. അപ്പം ഈ 5 കാര്യങ്ങളാണ് നമ്മൾ സോളിഡാരിറ്റി പറയുക. ഒന്ന് സ്ട്രക്ചറൽ സോളിഡാരിറ്റി, അസോസിയേഷൻ സോളിഡാരിറ്റി, അഫക്ച്വൽ സോളിഡാരിറ്റി, നോർമേറ്റീവ് സോളിഡാരിറ്റി ആൻഡ് ഫങ്ഷണൽ സോളിഡാരിറ്റി. ഫങ്ഷണൽ സോളിഡാരിറ്റി അങ്ങോട്ടും ഇങ്ങോട്ട് ഹെൽപ്പ് ചെയ്ത് ഫിനാൻഷ്യലിയൊക്കെ ആണെങ്കിൽ ഒരാൾക്ക് വീക്കാകുമ്പോൾ മറ്റൊരാളെ ഹെൽപ്പ് ചെയ്ത് അത് മുമ്പോട്ട് നീങ്ങും. അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ അച്ഛനെയും അമ്മയും നമ്മളെ നോക്കുക. ഇപ്പോൾ നമ്മൾ പഠിച്ച ജോലിയെല്ലാം കിട്ടി അച്ഛനെയും അമ്മയും നമ്മൾ നോക്കുക. ദാറ്റ് ഇസ് കോൾഡ് ഫങ്ഷണൽ സോളിഡാരിറ്റി. ദെൻ കോൺഫ്ലിക്റ്റ്. കോൺഫ്ലിക്റ്റ് മീൻസ് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ലീഡ്സ് ടു കോൺഫ്ലിക്റ്റ് ആണ്. ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, രണ്ടുപേരും രണ്ട് രീതിയിൽ നമ്മൾ ചിന്തിക്കുക. അപ്പം ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ അപ്പം നമ്മൾ ഈ കോൺഫ്ലിക്റ്റ് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ ജെൻഡറിനകത്ത് കോൺഫ്ലിക്റ്റ് ചോദിച്ചാൽ വേറെ ഉള്ള കോൺഫ്ലിക്റ്റ് ചോദിച്ചാലും വ്യത്യാസം എന്ന് വെച്ചാൽ സാധാരണ ഇത് വാട്ട് യു മീൻ ബൈ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ലീഡ്സ് ടു കോൺഫ്ലിക്റ്റ് ആണ്. രണ്ട് അഭിപ്രായങ്ങൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. അടുത്തതിനാണ് പ്രത്യേകത വളരെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺഫ്ലിക്റ്റ്. അപ്രോച്ച് കോൺഫ്ലിക്റ്റ്, അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്, അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്, മൾട്ടിപ്പിൾ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. കാരണം കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലാക്കി കോൺഫ്ലിക്റ്റ് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയനാണ്. രണ്ട് പേരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെയാണ് നമ്മൾ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത് പല കാരണങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻട്രാക്ഷൻ സ്റ്റൈലാണ്. അത് എപ്പോഴും ഷീസ് ക്രിറ്റിക്, എന്തെങ്കിലും ഒരാൾ നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, കമ്മ്യൂണിക്കേഷൻ വരികയാണ്, എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ഏത് സമയം അത് ശരിയല്ല, ഇന്നയാൾ ശരിയല്ല, ഇങ്ങനെ ചെയ്ത് ശരിയല്ല എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ. പിന്നെ ഇൻട്രാക്ഷൻ, ഇവർ തമ്മിൽ അടുക്കുമ്പോൾ ഉണ്ടാകുന്നതായ അത്. കാരണം ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ചെയ്യാം,
അല്ലെങ്കിൽ അച്ഛൻ എന്നെ ഇങ്ങനെയാണ് തീരുമാനം, അല്ല അച്ഛൻ എന്നെ ഇങ്ങനെയാണ് നോക്കുന്നത്, അല്ല അച്ഛൻ മറ്റുള്ളവരോടുള്ള സ്നേഹം, എന്നോട് സ്നേഹമില്ല. ഇതാണ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ആൻഡ് ഇൻട്രാക്ഷൻ സ്റ്റൈൽ എന്ന് പറയുന്നത്. ദെൻ ഹാബിറ്റ്സ് ആൻഡ് ലൈഫ് സ്റ്റൈൽസ് ആണ്. അങ്ങനെ ഇവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ട്. അടുത്തത് ഹാബിറ്റ്സ്. കാരണം എനിക്ക് വന്ന ഒരു അച്ഛനും മകളും തമ്മിലുള്ള ലൈഫ് സ്റ്റൈലിലെ വ്യത്യാസമാണ്. അച്ഛൻ കുറച്ച് ഓർത്തഡോക്സ് ആണ്, ഒരു ബ്രാഹ്മൺ ഫാമിലി പെട്ടതാണ്. അച്ഛൻ ബ്രാഹ്മൺ ഫാമിലി പെട്ടതാണ്. എന്നുവെച്ചാൽ ബ്രാഹ്മൺ ഫാമിലിയാണ്, ഫാമിലി ഈസ് ബ്രാഹ്മൺ ഫാമിലി. അപ്പോൾ അച്ഛനും മോളും തമ്മിലുള്ള, മോള് പുറത്തു പോകും. അപ്പോൾ അച്ഛനൊരു സംശയം, ഇവള് നോൺ കഴിക്കുന്നുണ്ടോ. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ആ നോൺ കഴിക്കുന്നതിനുള്ള ഒരു വ്യത്യാസം, അത് ശരിയല്ല. അതിനും വലിയ പ്രശ്നം ഉണ്ടാകുന്ന വെച്ചാൽ വീട്ടിൽ മോള് ഷോർട്ട്സ് ഇട്ടുകൊണ്ട് നടക്കുന്നു. അപ്പോൾ അച്ഛനത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അച്ഛൻ്റെ ജീവിതത്തിൽ ഷോർട്ട്സ് ഇട്ടുകൊണ്ട് നമ്മൾ കാണാൻ പറ്റില്ല. ഇപ്പോൾ ഇവള് പുറത്ത് പോകുമ്പോഴത്തേക്ക് ഡ്രസ്സിൻ്റെ രീതിയിൽ ഈ ഡ്രസ്സ് ശരിയല്ല. അപ്പം ഈ ഡിസഗ്രിമെൻറ്റ് ഓവർ ഡ്രസ്സാകാം, ഹെയർ സ്റ്റൈലാകാം. വേറൊരു ഫാമിലി വലിയ പ്രശ്നം ഉണ്ടായത് ഡൈവോഴ്സ് വരെ എത്തിയ സംഗതിയാണ്, ഡൈവോഴ്സ് ആയ സംഗതിയാണ്. കാരണം കല്യാണം കഴിച്ച ഹസ്ബൻഡും കല്യാണം കഴിച്ചു, രണ്ടും ഒരേ റിലീജിയനിൽ പെട്ടതാണ്. റിലീജിയൻ ഞാൻ പറയുന്നത് ഒരേ റിലീജിയനിൽ പെട്ടതാണ്. അവർ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായി. ഹസ്ബൻഡ് വൈഫ് തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത് ബ്യൂട്ടി പാർലറിൽ പോകുന്നു. ഹസ്ബൻഡും ബ്യൂട്ടി പാർലറിൽ പോകണം, വൈഫ് നന്നായിട്ട് ഡ്രസ്സ് ചെയ്യണം, നല്ല രീതിയിൽ നടക്കണം. പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്നത് അത് ശരിയല്ല. കാരണം ബ്യൂട്ടി പാർലറിൽ പോകുന്നത് നമ്മുടെ റിലീജിയൻ അനുസരിച്ച് തെറ്റാണ്. നമ്മുടെ ചിന്താഗതി അനുസരിച്ച് നമ്മുടെ ചിന്താഗതി അനുസരിച്ച് നമ്മുടെ വളർന്നു വന്ന സാഹചര്യം അത് തെറ്റാണ്. അപ്പം അവസാനം പെൺകുട്ടി എല്ലാം പറഞ്ഞ് ഹസ്ബൻഡുമായിട്ട് പറഞ്ഞ് ഹസ്ബൻഡിൻ്റെ രീതി, ഇനി കല്യാണം കഴിച്ച ഹസ്ബൻഡിൻ്റെ രീതി ജീവിക്കുന്നതാണല്ലോ എന്നുള്ള തീരുമാനം എടുത്തു. അപ്പോൾ ഇത് പറഞ്ഞ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്തു. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ ഇത് കണ്ടു. അച്ഛൻ പറഞ്ഞു ഇനി ഇയാളുടെ കൂട്ടത്തിൽ താമസിക്കേണ്ട, ഇയാളുടെ ആൾ ശരിയല്ല, ഡൈവേഴ്സ്. അപ്പോൾ നമുക്ക് ലൈഫ് സ്റ്റൈലാണ്. കാരണം എന്ന് വെച്ചാൽ ഹാബിറ്റ്സ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ഉണ്ട്. അപ്പോൾ ഡ്രസ്സിങ്ങിനകത്തുണ്ട്, എഡ്യൂക്കേഷനിൽ ഒക്യുപ്പേഷൻ ചോയ്സസിലുണ്ട്. ഒരാൾ പറയും ഇന്ന ജോലി ചെയ്യണം, നമ്മൾ പാരമ്പര്യമായിട്ട് ഇന്ന ജോലി ചെയ്യുന്ന ആളാണ്, ആ ജോലി മാറാനായിട്ട് ശ്രമിക്കുക, അത് പറ്റില്ല, നീ ഇന്ന ജോലി ചെയ്യണം, ഇതേ ചെയ്തേ പറ്റുകയുള്ളൂ. ഞാൻ ഡോക്ടറാണ്, നീ ഡോക്ടറാണ്, അച്ഛൻ എഞ്ചിനീയറാണ്, മകൻ എഞ്ചിനീയറാകണം, അത് പഠിക്കാൻ പറ്റും, ഇത് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. പിന്നെ ഹാബിറ്റ്സ്, ആൽക്കഹോളിസം. ചില ഫാമിലി ആൽക്കഹോളിസം ശരിയല്ല, ചിലടത്ത് നോൺ വെജിറ്റേറിയൻ ഫുഡ് ശരിയല്ല, ചിലടത്ത് ഡ്രഗ്സ് ഒന്നും കഴിക്കാനില്ല, ചിലർക്ക് വീട്ടിൽ ഡ്രസ്സ് ഇടുന്നതിന് വ്യത്യാസമുണ്ട്, മരുന്ന് കഴിക്കുന്നതിനെ കുറിച്ചുണ്ട്. ദിസ് ഓൾ കോൺഫ്ലിക്റ്റ് ഇൻ ദ ലൈഫ് സ്റ്റൈൽ, ഹാബിറ്റ്സ് ആൻഡ് ലൈഫ് സ്റ്റൈലാണ്. എങ്ങനെ വളർത്തണം, കുട്ടികളെ എങ്ങനെ വളർത്തിക്കൊണ്ട് വരണം. അപ്പോൾ ഏത് സ്കൂളിൽ പഠിക്കണം, ഏത് ചെയ്യണം, അവർക്ക് നിയമങ്ങൾ കൊടുക്കണം, അവർക്ക് ലവ് കൊടുക്കണം, കെയർ കൊടുക്കണം. അപ്പം ഇങ്ങനെയുള്ള ചൈൽഡ് റെയറിങ് എങ്ങനെ കുട്ടികളെ വളർത്തണം. ഇത് സാധാരണഗതിയിൽ അച്ഛനും അമ്മയും തമ്മിലുണ്ടാകുന്ന ഒരു സംഗതിയാണ്. കുട്ടികളെ ഏത് സ്കൂളിൽ പഠിപ്പിക്കണം, ഏത് തരത്തിലുള്ള എഡ്യൂക്കേഷൻ കൊടുക്കണം, അല്ലെങ്കിൽ ഏത് രീതിക്ക് കൊടുക്കണം, അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം, അവർക്ക് മൊബൈൽ കൊടുക്കണോ, അവർക്ക് ഡ്രസ്സ് വാങ്ങിക്കുള്ളൂ, ഡ്രസ്സ് വാങ്ങിക്കുക എത്രയാണ്. ഇതാണ് ചൈൽഡ് റെയറിങ്ങിനുള്ളത്. പിന്നെ ഇതിലും വലിയൊരു പ്രശ്നം ഏത് സ്കൂളിൽ പഠിപ്പിക്കണം. ചില പാരൻസ് പറയും ഞാൻ പഠിച്ചത് ഗവൺമെൻറ് സ്കൂളിലാണ്, സർക്കാർ സ്കൂളിലാണ്, സർക്കാർ സ്കൂളിൽ പഠിച്ചാൽ മതി, എൻ്റെ മോനും അത് പഠിച്ചിരുന്നു നന്നായെങ്കിൽ നന്നാവും. അമ്മ പറയാതല്ല, അവൻ സ്റ്റേറ്റ് ഇൻ്റർനാഷണൽ സ്കൂളിൽ പഠിക്കണം. അപ്പോൾ ഇവിടെ പ്രശ്നമായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പഠിപ്പിക്കണം, ഏത് രീതിയിൽ പഠിപ്പിക്കണം, എന്ത് പഠിപ്പിക്കണം. ഒരാൾ പറഞ്ഞ് CBSE പഠിപ്പിക്കുക, ഒരാൾ സ്റ്റേറ്റ് പറഞ്ഞു, ഒരാൾ ICIC പഠിപ്പിക്കുക, ഒരാൾ പറയുക ഇതൊന്നും ഇൻ്റർനാഷണൽ സ്കൂളിൽ പഠിപ്പിക്കുക. സോ ഇതിനകത്ത് ഈ സപ്പോർട്ട് ഇൻവോൾവ്മെൻറ്റും കുട്ടികളെ എങ്ങനെ വളർത്തണം എന്നുള്ളത് പറയുക, അവരേത് തരത്തിലുള്ള ഡ്രസ്സ് ഇടണമെന്ന് പറയുക, അവരേത് തരത്തിലുള്ള ഫ്രണ്ട്സുമായിട്ട് നടക്കണമെന്ന് പറയുക. ഇതൊക്കെ വരുമ്പോഴാണ് ദറ്റ്സ് അനദർ കോൺഫ്ലിക്റ്റ്. ദാറ്റ്സ് കോൾഡ് ചൈൽഡ് റെയറിങ് പ്രാക്ടീസ് ആൻഡ് വാല്യൂസ്. ഓരോന്നിനും ഓരോ വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഈ വാല്യൂവിൽ പ്രശ്നമാണ്. അപ്പം കമ്മ്യൂണിക്കേഷൻ, ഇൻട്രാക്ഷൻ സ്റ്റൈൽ വിത്ത് കോൺഫ്ലിക്റ്റ് ഉണ്ടാകാം, ഹാബിറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകാം, ചൈൽഡ് റെയറിങ് പ്രാക്ടീസ് ആൻഡ് വാല്യൂസിൽ ഉണ്ടാകാം. പിന്നീട് പൊളിറ്റിക്സ്, റിലീജിയൻ, ഐഡിയോളജി. അപ്പം ഏത് മതത്തിൽ വിശ്വസിക്കേണ്ട, ഏതാണ് ശരി, ഏതാണ് തെറ്റ്. അല്ലെങ്കിൽ രണ്ട് പേരും രണ്ട് ഡിഫറെൻറ്റ് കാസ്റ്റിൽ നിന്ന് കല്യാണം കഴിച്ചു, രണ്ട് റിലീജിയനിൽ നിന്ന് കല്യാണം കഴിച്ചിരിക്കട്ടെ, അവിടെ പ്രശ്നം ഉണ്ടാവും. കാരണം ഒരാൾ ഒരു ജാതിപ്പെട്ട, മറ്റൊരാൾ വേറെ ജാതി, രണ്ടുപേരും തമ്മിൽ കല്യാണം കഴിച്ചു, അപ്പോൾ കുട്ടികളുണ്ടായി. ഇതെങ്ങനെ വളർത്തും,
ഏത് ഏത് ചിന്താഗതി അവർക്ക് വളർത്തും, ഏത് റിലീജിയൻ അവർ വിശ്വസിക്കണം, അപ്പോൾ പ്രശ്നമായി. അപ്പം പിന്നെ മോറൽ എത്തിക്സ് ആൻഡ് പൊളിറ്റിക്കൽ ആറ്റിറ്റ്യൂഡ്സ്, എങ്ങനെ ഓരോരുത്തരോട് പെരുമാറണം, ഏത് രീതിയിൽ നമ്മൾ പെടണം, നമ്മൾ പിയർ ഗ്രൂപ്പ്സിനെ എങ്ങനെ പറഞ്ഞണം, നമ്മൾ ഒരു പുറത്ത് പോകുമ്പോൾ ഒരു ഹോട്ടലിൽ എങ്ങനെ താമസിക്കണം, അല്ലെങ്കിൽ ഒരു ഏത് തരത്തിലുള്ള ഹോട്ടലിൽ കയറണം, കോൺഫ്ലിക്റ്റ് ആയി. സോ ദിസ് കോൾഡ് എത്തിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റ്. ഇതൊക്കെ ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റിയെ ചോദ്യം ചെയ്യുന്നതാണ്. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, എക്സാമ്പിൾ ഒരു കുട്ടിയുടെ ഏത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നു, ഏത് 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 കോളേജ് സ്കൂളിലാണ് പഠിക്കുന്നത്, അവൻ്റെ ഐഡൻറ്റിറ്റി പറയും. കാരണം ഇന്ന സ്കൂളിലാണ് പഠിക്കുന്നത്, ഇന്ന സ്കൂളിൻ്റെ പേരിലാണ് അവൻ അറിയപ്പെടുന്നത്. അപ്പം ഇതാ ആ ഐഡൻറ്റിറ്റി ഇത് മാർക്ക് ചെയ്യാനായിട്ട് ഇതൊരു വലിയ പ്രശ്നം ഉണ്ടാകും. അപ്പം അതാണ് കോൺഫ്ലിക്റ്റ്, റിലീജിയൻ കോൺഫ്ലിക്റ്റ്. പിന്നെ വർക്ക് ഓറിയൻറ്റേഷൻ, ഏത് രീതിയിലുള്ള വർക്ക് ചെയ്യണം, ഏത് രീതിയിൽ വേണം, ഏത് തരത്തിലുള്ള രീതിയിലായിരിക്കും നിങ്ങൾ പണം സമ്പാദിക്കേണ്ടത്, ഏത് രീതിയിലായിരിക്കും നിങ്ങൾ ജീവിതത്തെ കാണേണ്ടത് എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കുക. അപ്പം ഇതാണ് വർക്ക് ഓറിയൻറ്റേഷൻ. എന്ത് ജോലി ചെയ്യണം, എങ്ങനെ ജോലി ചെയ്യണം, എവിടെ ജോലി ചെയ്യണം, നീ ഡോക്ടറാണോ എഞ്ചിനീയർ അങ്ങനെയൊക്കെ പറയാം. പിന്നെ ഓരോരുത്തർ ചെയ്യുന്ന വർക്കിന് ഈവൻ ഇൻക്ലൂഡിങ് ഈ നമ്മൾ വർക്ക് ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ പറയാറുണ്ട്. അതാണ് ഹൗസ് ഹോൾഡ് മെയിൻ്റെനൻസ്, ഫാമിലി ലിവിങ് എൻവയോൺമെൻറ്റ് എങ്ങനെ ചെയ്യണം. അപ്പോൾ ഒരു എൻവയോൺമെൻറ്റ് ഏത് രീതിയിലൊക്കെ നമ്മൾ നോക്കണം. അപ്പം ഇതാണ് ഹൗസ് ഹോൾഡ് മെയിൻ്റെനൻസ്. അപ്പോൾ കോൺഫ്ലിക്ട്സ് ഉണ്ടാകുന്ന കുറേ കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ഒന്നുകൂടെ നമുക്ക് നോക്കാം. സോളിഡാരിറ്റി ആൻഡ് കോൺഫ്ലിക്റ്റ്. അപ്പോൾ സോളിഡാരിറ്റി എന്ന് വെച്ചാൽ ഒരുമിച്ച് നിൽക്കുക, അതൊരു ഫാമിലിയുടെ ഒരുമിച്ച് നിൽക്കുന്ന കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ ഇസ് സെക്സ്വൽ സോളിഡാരിറ്റിയാണ്. അപ്പോൾ ഫിസിക്കൽ പ്രോക്സിമിറ്റി, നമുക്ക് ഒരടുപ്പം, ഇവിടെ സെക്സ് അല്ല ഉദ്ദേശിക്കുന്നത്, ഒരടുപ്പം, അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള അടുപ്പം എങ്ങനെയാണ്, ബോണ്ടിങ് എങ്ങനെയാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചെനിക്ക് വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ പോകണമെന്ന് ആരെങ്കിലും കാത്തിരിക്കണമെന്ന് തോന്നുന്നു, അവിടെ ഉണ്ടെന്ന് മക്കൾ നമ്മുടെ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ അച്ഛനും അമ്മയും ഒരു അടുപ്പം നമ്മൾ കാണിക്കുന്നു, അവരുടെ കാര്യങ്ങൾ കേൾക്കുന്നു. ദാറ്റ് ഇസ് കോൾഡ് സെക്സ്വൽ സോളിഡാരിറ്റി. ദെൻ അസോസിയേഷൻ സോളിഡാരിറ്റി, എങ്ങനെ അച്ഛനും അമ്മയും മക്കളും ഒക്കെ റെഗുലറായിട്ട് കോണ്ടാക്ട് ചെയ്യും. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു കൂട്ടുകുടുംബം പോലെ എല്ലാവർക്കും ഒരുമിച്ച് താമസിക്കാൻ പറ്റില്ല, അവർ പല സ്ഥലങ്ങളിലായിരിക്കും താമസിക്കുന്നത്. പക്ഷെ മാറി താമസിക്കുന്നത് കൊണ്ട് അവർ തമ്മിൽ കണക്ഷൻസ് ഇല്ലായിരിക്കും, അവർ തമ്മിൽ ബന്ധപ്പെടാതിരിക്കും. ഇപ്പം നമ്മൾ മാറി താമസിക്കണം, ജോലിയുടെ രീതി മാറി താമസിക്കണം, സാമൂഹ്യപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മാറി താമസിക്കുക, ഇതെല്ലാം സംഭവിക്കും. പക്ഷെ അവർ തമ്മിലുള്ള അസോസിയേഷൻ എപ്പോഴും പേഴ്സണൽ ആയിരിക്കണമെന്നില്ല, 1-to-1 ആയിരിക്കണമെന്നില്ല. ത്രൂ ഇമെയിൽ ആകാം, ടെലിഫോൺ ആകാം, ഫേസ് ടൈമിങ് ഓർ വീഡിയോ കോൾസ് ആകാം. ദെൻ അഫെക്ഷൻ സോളിഡാരിറ്റി, എമോഷണൽ ക്ലോസസ്, ബോണ്ടിങ്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബോണ്ടിങ്, അച്ഛനും മക്കളും തമ്മിലുള്ള ബോണ്ടിങ്, ആ വൺ എന്നുള്ള തോന്നലാണ് അഫെക്ഷണൽ സോളിഡാരിറ്റി. ദെൻ നോർമേറ്റീവ് സോളിഡാരിറ്റി, ഫാമിലി വാല്യൂസിലേക്ക് നമ്മൾ എങ്ങനെ കൊടുക്കുന്നു. ഒരു അച്ഛനും അമ്മയും തമ്മിലുണ്ട്, അച്ഛൻ ചെയ്യേണ്ട കാര്യങ്ങൾ, മക്കൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, ഭാര്യ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, ഇവർ തമ്മിൽ പരസ്പരം എങ്ങനെ സഹായിക്കുന്നത്, അതൊക്കെയാണ്. ദെൻ ഫങ്ഷണൽ സോളിഡാരിറ്റി, ഫിനാൻഷ്യൽ ഓർ ഇൻസ്ട്രുമെൻ്റ് സപ്പോർട്ട്, സാമ്പത്തികമായിട്ടും വൈകാരികമായിട്ടും നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ട്, ദാറ്റ് ഈസ് ഫങ്ഷണൽ സോളിഡാരിറ്റി. ദെൻ കോൺഫ്ലിക്റ്റ്, ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ലീഡ്സ് ടു കോൺഫ്ലിക്റ്റ്, ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ലീഡ്സ് ടു കോൺഫ്ലിക്റ്റ്. അപ്പോൾ ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഇൻട്രാക്ഷൻ സ്റ്റൈലിലാണ് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. എങ്ങനെ ഏത് പറയുന്നു, അല്ലെങ്കിൽ നമ്മളൊരാളെ എപ്പോഴും കുറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ ഒരാളെ നമ്മൾ പിൻ പോയിന്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഒരാൾ അങ്ങനെ പറയുക, എന്നിട്ട് നമ്മൾ എന്നെ എല്ലാവരും കളിയാക്കണം, എന്നെ കുറ്റപ്പെടുത്തുകയാണ് എന്നുള്ളൊരു തോന്നൽ വരുന്നതാണ് കമ്മ്യൂണിക്കേഷൻ ഇൻട്രാക്ഷൻ സ്റ്റൈലിൽ. പിന്നെ ഹാബിറ്റ്സ് ആൻഡ് സ്റ്റൈൽ പറഞ്ഞിരുന്നു. ഡ്രസ്സ് ചെയ്യുന്നതിനെ കുറിച്ചാണെങ്കിൽ ഹെയർ സ്റ്റൈലിനെ കുറിച്ച്, എഡ്യൂക്കേഷൻ, ഇത് അച്ഛനും അമ്മയും മക്കളും തമ്മിലാകാം, അമ്മയും മക്കളും തമ്മിലാകാം, അച്ഛനും മക്കളും തമ്മിലാകാം, അമ്മയും അച്ഛനും കോൺഫ്ലിക്റ്റ് ഉണ്ടാകും, മക്കൾ വേറെ രീതിയിലാകാം. ഇതെങ്ങനെ വേണം, ഏത് രീതി വേണം ഇതിൻ്റെ കോമ്പിനേഷൻ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം ഇതിൻ്റെ ഹാബിറ്റ് ലൈഫ് സ്റ്റൈലിൽ ഇങ്ങനെ അച്ഛനും അമ്മയും തമ്മിൽ മക്കളെങ്ങനെ വളരണം, ഏത് രീതി ചെയ്യണം, അല്ലെങ്കിൽ അച്ഛനും മക്കളും തമ്മിൽ, അച്ഛൻ പറയുന്ന മക്കൾ കേൾക്കുന്നില്ല, അമ്മ വേറെ സൈഡിൽ വന്നിരിക്കുക, ആരെങ്കിലും സപ്പോർട്ട് ചെയ്തായിക്കോട്ടെ. അമ്മയും മക്കളും തമ്മിലൊരു അച്ഛനെ ഇതാകാം, അല്ലെങ്കിൽ അച്ഛൻ ആൽക്കഹോളിക് കഴിക്കുന്നത്, അല്ലെങ്കിൽ ആൽക്കഹോളിനെ കുറിച്ചുള്ള നമ്മുടെ ചിന്താഗതി, എന്ത് വേണേലും ആകാം. ഇതാണ് ഹാബിറ്റ്സ് ആൻഡ് ലൈഫ് സ്റ്റൈൽ. ദെൻ ചൈൽഡ് റെയറിങ്, എങ്ങനെ കുട്ടികളെ വളർത്തണം, ഏത് സ്കൂളിൽ പഠിക്കണം, എന്ത് ചെയ്യണം, ഏതാകണം, നമ്മൾ ഏത് ഇൻവോൾവ് ആക്കണോ, ലവിങ്, കെയർ, ഇതെല്ലാം കൂടെ. ചില പാരൻസ് പറയുന്നത്
എൻ്റെ അച്ഛൻ എന്നെ തല്ലുമായിരുന്നു, അതുകൊണ്ട് ഞാൻ മക്കളെ തല്ലണം. എന്തിനെന്നില്ല, നമ്മുടെ അച്ഛൻ്റെയും നമ്മൾ തല്ല് വാങ്ങിയത് എന്തിനെന്നില്ല, പക്ഷെ നമ്മൾ തല്ലണം പിള്ളേരെ. എൻ്റെ അച്ഛൻ എന്നെ തല്ലിയതാണ്. ചില വേറെ മക്കളെ വളർത്തുമ്പോൾ വളരെ സ്വാതന്ത്ര്യം കൊടുത്ത്, എൻ്റെ അച്ഛൻ എനിക്ക് സ്വാതന്ത്ര്യം തന്നില്ല, എൻ്റെ അമ്മ എനിക്ക് സ്വാതന്ത്ര്യം തന്നില്ല. അല്ലെങ്കിൽ പറയുകയാണ് എൻ്റെ അച്ഛനും അമ്മേനെ ഒന്നും ചിലവാക്കാൻ സമ്മതിക്കില്ല, ഇവർ നല്ലപോലെ ചിലവാക്കിക്കോട്ടെ. അപ്പം ഏത് ചൈൽഡ് വളർത്തുന്നതിൽ ഉള്ള പ്രോബ്ലമാണ്. ദെൻ പൊളിറ്റിക്സ്, ഏത് റിലീജിയൻ, ഐഡിയോളജി. ഇപ്പം ചിലപ്പോൾ പറയും എനിക്ക് മതവിശ്വാസമില്ല, മക്കൾ പറയുകയാണ്, അപ്പം നമ്മൾ പറയും ഇന്നത് വിശ്വസിച്ചേ കിട്ടും. ഈവൻ ഇൻ്റർകാസ്റ്റ് മാരേജ് ഒക്കെ വരുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇൻ്റർകാസ്റ്റ് മാരേജ് ഒക്കെ വരുമ്പോൾ ഈ റിലീജിയൻ ഭയങ്കര ഒരു പ്രശ്നമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കും. പലപ്പോഴും ഇൻ്റർകാസ്റ്റ് മാരേജ് അല്ലെങ്കിൽ അങ്ങനെയുള്ളത് ഇത് സമ്മതിക്കാറില്ല. പിന്നെ വർക്ക് ഓറിയൻറ്റേഷൻ, എങ്ങനെയൊക്കെ ചെയ്യണം, ഏതൊക്കെ ചെയ്യണം എന്നുള്ളത്. ദെൻ ഹൗസ് ഹോൾഡ് ഇൻവെൻറ്റൻസ്, എങ്ങനെ വീട്ടുകാര്യങ്ങൾ ചെയ്യണം, ആരുടെ റെസ്പോൺസിബിലിറ്റി, എൻ്റെ റെസ്പോൺസിബിലിറ്റി, അച്ഛൻ്റെ റെസ്പോൺസിബിലിറ്റി, അമ്മയുടെ റെസ്പോൺസിബിലിറ്റി, മക്കളുടെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇതാണ്. ദെൻ പൊളിറ്റിക്കൽ ഐഡിയോളജി. അപ്പം നമ്മൾ മാക്രോ ഇൻഫ്ലുവൻസ് ഓൺ ദ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞ്, പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ എന്ത് പഠിക്കണം, ഏതെടുക്കണം. പൊളിറ്റിക്സ് എന്ന് വെച്ചാൽ രാഷ്ട്രീയം എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്ത് പഠിക്കണം, ഏത് ചെയ്യണം, എങ്ങനെ വരണം, അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചിന്താഗതി, പൊളിറ്റിക്കൽ ഐഡിയോളജി നമ്മൾ ഇൻഫ്ലുവൻസ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ പറയും എന്ത് പഠിക്കണം, ഏത് പഠിക്കണം, എങ്ങനെ ചെയ്യണം, ഏത് സ്കൂളിൽ പഠിക്കണം, ഏത് രീതി നമ്മൾ വരണം. ദാറ്റ് ഇസ് കോൾഡ് പൊളിറ്റിക്കൽ ഐഡിയോളജി. എക്കണോമിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ജോലി ചെയ്യണം, ഏത് കാര്യങ്ങൾ പഠിക്കണം, ഏത് രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകണം. അപ്പോൾ ഇതാണ് മാക്രോ സിസ്റ്റത്തിലുള്ള നമുക്കൊരു വ്യത്യാസം, എഡ്യൂക്കേഷനിൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള ഒരു വ്യത്യാസം വരുന്നത്. സോ ദെൻ ഡൈവേഴ്സിറ്റി, നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുക, വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അതാണ് നമ്മൾ പറയുന്നത് ഡൈവേഴ്സിറ്റി. പലതിനെ കുറിച്ച്, അതായത് ഒരു നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന രീതി മാത്രമല്ല, ദെൻ നമുക്ക് വ്യത്യസ്തമായി നമുക്ക് രീതിയിൽ ചിന്തിക്കുകയും ചെയ്യാം. ദിസ് ഇസ് കോൾഡ് ദ മാക്രോ ഇൻഫ്ലുവൻസ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ദെൻ എഡ്യൂക്കേഷൻ, എന്താണ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന് ഇമ്പോർട്ടൻ്റ് ഉള്ളത്? അപ്പം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം അവരെ കോണ്ടെക്സ്റ്റ് ഓഫ് ഐഡൻറ്റിറ്റി ഓഫ് ഡെവലപ്മെൻറ്റ്. അപ്പം എങ്ങനെയാണ് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന് ഒരാളുടെ വളർച്ചയെ നമ്മൾ ചെയ്യുക? അപ്പം എന്ത് പഠിക്കണം, ഏത് വേണം, ഒരു ഐഡിയോളജി നമുക്കുണ്ടാക്കുക. അപ്പോൾ ലേണിംഗ് എന്ന് പറയുന്നത്, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ലേണിംഗ് പ്രോസസ്സാണ്. നമ്മളെപ്പോഴും പറയുമ്പോഴത്തേക്ക് എഡ്യൂക്കേഷൻ എന്താണ്, ലേണിംഗ് എന്താണെന്നൊരു വ്യത്യാസം ഉണ്ടാകും. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പോയി നമ്മൾ പഠിച്ച് നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റാണ് നമ്മൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഒരാൾ BA കാരനാണ്, ഒരാൾ MA കാരനാണ്, ഒരാൾ LLB ആണ്, ഒരാൾ ഡോക്ടറാണ്. പക്ഷെ ലേണിംഗ് ടാസ്ക് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ സാമൂഹികമായും സാമ്പത്തികമായും ബന്ധങ്ങളും എമോഷണലിലേക്കുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും. അവിടെയാണ് ഈ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രാധാന്യമുള്ളത്, ഒരു വ്യക്തിയെ വളർത്തിക്കൊണ്ടുവരാനായിട്ടുള്ളത്. അത് വെറുതെ ഒരു ഡിഗ്രി മാത്രമല്ല, അവൻ്റെ ജോലി അവനെന്താണ്, ആരാണ്, ഏതാണ് എന്നുള്ള രീതി വളർത്തിക്കൊണ്ടുവരികയാണ്. പിന്നെ ഓപ്പർച്യൂണിറ്റീസ് ഫോർ എക്സ്പ്ലോറേഷൻ, കണ്ടുപിടിക്കാനായിട്ട്. കാരണം എന്താ വെച്ചാൽ ഒരു കൺസീൽഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കരുത് അവരുടെ ജീവിതങ്ങൾ വരിക. അപ്പോൾ എന്ത് കണ്ടുപിടിക്കണം, അത് ഒരു ബോർഡർ ലൈൻ, ഈ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ബോർഡർ ലൈനിൽ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. ബോർഡറായിട്ട്, അതായത് വൈഡറായിട്ട് ചിന്തിക്കുക. വൈഡറായിട്ട്, അത് ചെറിയൊരു കാര്യത്തിൽ മാത്രം ചിന്തിക്കത്തക്കവണ്ണമല്ല, അവർ കൂടുതൽ എന്തൊക്കെയുണ്ട് ഓപ്പർച്യൂണിറ്റീസ്, എന്തൊക്കെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം, എന്തൊക്കെ നമുക്ക് പഠിക്കാം, സമൂഹത്തിൽ എന്തൊക്കെ നമുക്കറിയാം, അങ്ങനെ ചിന്തിക്കുന്നതാണ് ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോഴാണ് ഇവരുടെ ചിന്താഗതി ഒരു വ്യത്യസ്തമായ രീതിയിൽ വളരുന്ന രീതിയിൽ വരേണ്ടത്. ദാറ്റ് ഇസ് കോൾഡ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ഓഫ് എക്സ്പ്ലോറേഷൻ ആണ് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊടുക്കുന്നത്. അപ്പം ലേണിംഗ് എന്ന് പറയുന്നത് അല്ല, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വെറും സർട്ടിഫിക്കറ്റ് മാത്രമല്ല, ഒരു ഐഡൻറ്റിറ്റി, സമൂഹത്തിൽ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് ആണ് വേണ്ടത്. അവർ എക്സ്പ്ലോറേഷൻ, അതായത് പലതും കണ്ടുപിടിക്കാനായിട്ടുള്ള, വളരാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ അവർക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്.
അപ്പം റാഷണൽ നമ്മൾ അടുത്ത് വരുമ്പോൾ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എൻവയോൺമെൻറ്റൽ സപ്പോർട്ട്, അവന് സപ്പോർട്ട് കൊടുക്കണം. അല്ലാതെ അവനെ ഒരു പൂട്ടിയിട്ടില്ല. ഒരാളെ വളരാൻ വേണ്ടി ഉള്ളതായ അവന് സപ്പോർട്ട് കൊടുക്കുക, അവനെ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആവശ്യം വരിക. അപ്പോൾ എഡ്യൂക്കേഷൻ ഐഡൻറ്റിറ്റി, അതാണ് ഈ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഐഡൻറ്റിറ്റി ഉണ്ടാക്കാനായിട്ടുള്ളത്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ്, ഹെൽപ്പിംഗ് ദ ഡിസിഷൻ മേക്കിംഗ്, ഒരു പവർ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കാണുന്നത് വെറുതെ പഠിപ്പിച്ചു വരിക, നമ്മൾ സബ്ജക്റ്റ് കൊടുത്ത സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ അറിയുന്നില്ല. എക്സാമ്പിൾ, നമ്മളിപ്പോൾ സൈക്കോളജി നമ്മൾ പഠിക്കുന്നു. ഈ സൈക്കോളജി പഠിച്ചിട്ട് ഒരു ഡിഗ്രി എടുക്കുക എന്നുള്ളത് മാത്രമല്ല, ആ സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് എന്താണ്, അതിൻ്റെ എക്സ്പ്ലോറേഷൻസ്, അത് എന്തൊക്കെ ചെയ്യാം, നമ്മൾ എവിടേക്ക് ഉപയോഗിക്കാം, ഇത് എന്താണ്, ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ അതിലൂടെ അവൻ്റെ ഒരു ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റിയും കൂടെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ആ ഒരു അതോറിറ്റി ആണ് ഉണ്ടാക്കുന്നത്. അല്ലാതെ വെറുതെ ഒരു പലപ്പോഴും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കും. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, മലയാളം പഠിപ്പിച്ചു. അപ്പോൾ മലയാളത്തിൽ കുറേ ചാപ്റ്ററുകളുണ്ട്, ആ ചാപ്റ്ററുകൾ പഠിപ്പിച്ചു. പക്ഷെ അതുകൊണ്ട് എഡ്യൂക്കേഷൻ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഇയാളുടെ ചിന്താഗതി, ഇവൻ്റെ ബ്രെയിനെ നമ്മൾ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. കൂടുതൽ കാര്യങ്ങൾ ഓപ്പർച്യൂണിറ്റി എങ്ങനെ ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കുക. ഇവൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഒരു ഉദാഹരണത്തിന് ഇപ്പം പറയുകയാണെങ്കിൽ, ഇപ്പം ആശാൻ്റെ, ഞാൻ പറയുന്നത് ഇത് ഇച്ചിരി വ്യത്യാസം, ആശാൻ്റെ കവിതകളെ കുറിച്ച് നമ്മൾ പറയുക. അപ്പം ആശാൻ്റെ കവിതകളെ നമ്മൾ വീണപൂ പഠിക്കും. വീണപൂ പഠിച്ച് ആ കവിത പഠിച്ചു കഴിഞ്ഞാൽ തീർന്നു, നമ്മൾ പഠിച്ച് പരീക്ഷയ്ക്ക് നമ്മൾ പാസ്സായി തീർന്നു. പക്ഷെ ഇത് എന്താണ് ഈ കവിത എങ്ങനെ ഉണ്ടായി, അതിൻ്റെ ചിന്താഗതികൾ, അതിൻ്റെ പുറകിലുള്ള കാര്യങ്ങളൊക്കെയാണ്, ഇതൊക്കെ എന്തൊക്കെ വേറെ കാര്യങ്ങൾ, എന്തൊക്കെ ചിന്താഗതികളാണ് എന്ന് പറഞ്ഞിട്ട് അയാളെ ബൂസ്റ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. അതാണ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ അവനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് ഈ കുട്ടിക്ക് ഉണ്ടാക്കുമ്പോൾ മാത്രമേ നമ്മളതിന് എഡ്യൂക്കേഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എഡ്യൂക്കേഷൻ കൊണ്ട് എന്താ കോമ്പിറ്റൻസ് ഉണ്ടാകും. കോമ്പിറ്റൻസ് മത്സരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരായിട്ട് മത്സരിച്ച് ഫസ്റ്റ് കിട്ടുക, സെക്കൻഡ് കിട്ടുക എന്നുള്ളതല്ല കോമ്പിറ്റൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ കോമ്പിറ്റൻസി ഉദ്ദേശിക്കുന്നത് അവൻ്റെ കഴിവുകളെ വളർത്താനുള്ളതാണ്. അതിനാണ് നമ്മൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ വർക്ക് എത്തിക്സ് ആൻഡ് സ്ട്രാറ്റജീസ്, നമ്മൾ എങ്ങനെ ജോലി ചെയ്യണം, അതിന് എന്തൊക്കെ എത്തിക്സ് ഉണ്ട്, ഏത് രീതിയിൽ ചെയ്യണം. ഇപ്പം നമ്മൾ സൈക്കോളജി പഠിക്കും. സൈക്കോളജി പഠിച്ചിട്ട് നിങ്ങൾ സൈക്കോളജി പഠിച്ച ആൾക്കാരെ ചെയ്ത് കൗൺസിൽ ചെയ്യാനോ മാത്രമല്ല നമ്മൾ വിടുന്നത്. നമ്മൾ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും, നമ്മുടെ എന്തൊക്കെ വാട്ട് ആർ ദി എത്തിക്സ്, എന്തൊക്കെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് ചെയ്യേണ്ടത്, ഒരു സ്ട്രാറ്റജിയും കൂടെ ഫോം ചെയ്യാനായിട്ടുള്ള വേണം. അങ്ങനെ ഇന്റർപേഴ്സണൽ സ്കിൽസ്. അപ്പം ഇതിനകത്ത് സോഫ്റ്റ് സ്കിൽ, അതായത് ഒരു ഹാർഡ് സ്കില്ല് മാത്രമല്ല, ഒരു എഡ്യൂക്കേഷൻ കൊണ്ട് ഹാർഡ് സ്കില്ല് മാത്രം. ഹാർഡ് സ്കിൽ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ടുള്ള ഒരെണ്ണമാണ്. ഒരു മെക്കാനിക്കലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുക, എന്തെങ്കിലും ചെയ്യുക, വേണം നമ്മൾ കാർ റിപ്പയർ ചെയ്യുക, ഒരു റേഡിയോ ഉണ്ടാക്കുക, നമ്മൾ ടൈം പീസ് ഉണ്ടാക്കുക, ഒരു ക്ലോക്ക് ഉണ്ടാക്കുക. സോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഹാർഡ് സ്കില്ലാണ്. പക്ഷെ സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത് ഹൗ ടു ഇംപ്രൂവ് ദ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. ആ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കോമ്പിറ്റൻസി ഉണ്ടാക്കണം, വർക്ക് പ്ലേസ് എത്തിക്സ് ആൻഡ് സ്ട്രാറ്റജീസ് ഉണ്ടാക്കണം, ദെൻ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാകും. അപ്പം ദെൻ ദ കരിയർ, ഇതിലേക്ക് വരുമ്പോഴത്തേക്കാണ് കരിയർ ചോയ്സ് ആൻഡ് ഓറിയൻറ്റേഷൻ നമ്മൾ പറയാം. ഇപ്പോൾ കരിയർ ചോയ്സ് എന്ന് വെച്ചാൽ എന്തൊക്കെ കരിയർ ഉണ്ടാകാം, ഇത് എന്തെങ്കിലും പഠിപ്പിക്കുക എന്നുള്ള എന്തെങ്കിലും മാത്രമല്ല, എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാം, അത് ഏതൊക്കെ കരിയർ നമുക്ക് തിരഞ്ഞെടുക്കാം, അതിന് എന്തൊക്കെയുണ്ട്, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ്. അപ്പം നമ്മൾ എഡ്യൂക്കേഷൻ അടുത്ത. പിന്നെ വർക്ക് പ്ലേസ് ഐഡൻറ്റിറ്റി ആൻഡ് റിലേഷൻഷിപ്പ്. എങ്ങനെ ഒരു വർക്ക് പ്ലേസ് നമുക്ക് ഐഡൻറ്റിറ്റി ഉണ്ടാക്കി, എന്ത് ജോലി ചെയ്യുന്നു, അതെന്താണ് നമ്മുടെ ഐഡൻറ്റിറ്റി, അവിടെ എങ്ങനെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ദെൻ പിയേഴ്സ് ആണ്. അപ്പം പിയേഴ്സിൻ്റെ ഗ്രൂപ്പ്, പിയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പിയർ ഗ്രൂപ്പ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പിയർ ഗ്രൂപ്പിന് വെച്ചാൽ റീഇൻഫോഴ്സ്മെൻറ്റ്, നമ്മൾ എന്ത് പഠിച്ചു ശരി തെറ്റ് അവന് ഒന്നിപ്പിക്കാനായിട്ടുള്ളതാണ്. ദെൻ മോഡലിംഗ്, ഇവിടുന്നാണ് നമുക്കൊരു മോഡലിംഗ് ഉണ്ടാക്കുന്നത്, എന്താണ് ഞാൻ ഏതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാക്കുക. നമ്മളൊരു പേഴ്സണാലിറ്റി ഡെവലപ്പ്, ഐഡൻറ്റിറ്റി ഡെവലപ്പ് ചെയ്യുക. ദെൻ പനിഷ്മെൻറ്റ്, ചിലപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്യാൻ തെറ്റായിട്ട് കാണുക, അതിന് പനിഷ്മെൻറ്റ് തരിക, അത് നമ്മൾ വളർത്തിക്കൊണ്ടുവരിക. ദെൻ റീഇൻഫോഴ്സ്മെൻറ്റ്, ദെൻ അപ്രന്റീസ്ഷിപ്പ്. ഇത് ചെയ്യുമ്പോഴാണ് നമ്മളൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് നമുക്ക് ഉണ്ടാക്കുക. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പിയർ ഗ്രൂപ്പ്സ് ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ദെൻ എങ്ങനെയാണ് നമ്മൾ ഒരു ഇൻഫ്ലുവൻസ്, മീഡിയ ഇൻഫ്ലുവൻസ്, ഗ്ലോബലൈസേഷൻ. കാരണം ഇനി അടുത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പിയർ ഗ്രൂപ്പ്സിൻ്റെ മോഡൽ ഇതാണ്.
നമുക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി എങ്ങനെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, മീഡിയ ഗ്ലോബലൈസേഷൻ എന്തൊക്കെ നമ്മൾ ചെയ്യുന്നു, ഏത് രീതി നമ്മൾ വളർന്നു വരണം. അപ്പോൾ സോഷ്യൽ ആക്സെപ്റ്റൻസ് ഉണ്ടാകുക, നമ്മൾ കൾച്ചറുമായിട്ട് നമ്മൾ ചെയ്യുക. ഇപ്പം മീഡിയ നമ്മൾ വരുമ്പോൾ മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്യുക, എങ്ങനെ നമ്മൾ ഒരു ഇൻ്റർനാഷണൽ എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നതാണ് ഒരു കൾച്ചർ നമുക്ക് ഉണ്ടാക്കുക. അപ്പോൾ യൂത്ത് ഫീച്ചേഴ്സും എന്താണ് യൂത്ത് കൾച്ചർ, എന്താണ് നമ്മുടെ ഒരു യങ്സ്റ്റേഴ്സിൻ്റെ ഒരു കാര്യങ്ങൾ, അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് അവരുടെ ലക്ഷ്യങ്ങൾ, ഏതൊക്കെയാണ് അവരുടെ ഐഡൻറ്റിറ്റി. അപ്പം ജനറേഷണൽ കോൺഷ്യസ്നെസ് ഉണ്ടാക്കുക, തലമുറകൾ തമ്മിലുള്ള വ്യത്യാസം, തലമുറ എന്ത് കാണുന്നു. ഇപ്പം നമ്മൾ പറയും ടെക്നോളജി അത്രയില്ലായിരുന്നു. ഇപ്പം നമ്മുടെ ചെറുപ്പകാലത്ത് ചിലപ്പോൾ നമുക്ക് TV ഉണ്ടാകുകയില്ല, ചിലപ്പം മൊബൈൽ ഫോണാണ്. ഇപ്പം നമ്മളത് മാറി. സോ ഇതാണ് ആ ജനറേഷൻ, അതെങ്ങനെ ഉപയോഗിക്കുന്നു, കുട്ടികളെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരണം. ദെൻ റിലേഷൻ യൂത്ത് സ്റ്റൈൽ വിത്ത് ക്ലാസ്, എത്തിക്കലി ആൻഡ് ജെൻഡർ. അപ്പം നമ്മൾ എത്തിനിസിറ്റി എന്ന് പല സ്ഥലങ്ങളിൽ താമസിക്കും, നമ്മളിങ്ങനെ ഒരു ക്ലാസ് ഡിഫറൻസ് എങ്ങനെയാണ്, നമ്മുടെ ജെൻഡർ ഫെയർ നമ്മളെങ്ങനെ ഐഡൻറ്റിറ്റി ചെയ്യുന്നു. അതാണ് യൂത്ത് ആൻഡ് ഇൻഫ്ലുവൻസ് മീഡിയ ഗ്ലോബലൈസേഷൻ വരുന്നത്. ദെൻ കൗണ്ടർ കൾച്ചർ, വ്യത്യസ്തമായ സാമൂഹികമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. ദെൻ ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കാം. ഇത്രയും വരുമ്പോഴാണ് നമ്മുടെ യൂത്തിനെ സംബന്ധിച്ചിടത്തോളം ഐഡൻറ്റിറ്റി ഉണ്ടാകുക, വ്യക്തിത്വം ഉണ്ടാകുക. അപ്പം യൂത്ത് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അപ്പം ഈ ഐഡൻറ്റിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് യൂത്തിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒരു സംഗതി നമ്മൾ പറയും. അപ്പം നമ്മൾ യൂത്ത് എന്താണെന്ന് പറയും, യൂത്ത് ഐഡൻറ്റിറ്റി. ദെൻ ജെൻഡർ ഡിഫറൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുക. അപ്പം what I mean by യൂത്ത് കൾച്ചർ എന്താണ്, അതിനകത്ത് ഓരോ മീഡിയക്ക് എഡ്യൂക്കേഷൻ എന്ത്, ഫാമിലിക്ക് എന്ത് റോളുണ്ട്, ഫാമിലി എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യണം, വ്യക്തികൾ എന്ത് ചെയ്യണം, സമൂഹം എന്ത് ചെയ്യണം, ഒരു വ്യക്തിയായിട്ട് വളർത്തിക്കൊണ്ട് വരാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. സോ വാട്ട് യു മീൻ ബൈ ജെൻഡർ ഐഡൻറ്റിറ്റി. അപ്പോൾ ഇതിനകത്ത് ഈ മീഡിയയ്ക്കും ഭയങ്കരമുണ്ട്, അത് യൂത്ത് കൾച്ചർ ഡെവലപ്പ് ചെയ്യാൻ ജനറേഷണൽ കോൺഷ്യസ്നെസ്, അവെയർനെസ്, ചുറ്റുപാടുകളെ കുറിച്ച് നമുക്കുള്ളത്, തലമുറകൾ തമ്മിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ചുള്ള പഠിക്കുക, എന്ത് ലൈഫ് സ്റ്റൈലാണ് നമ്മൾ എടുക്കേണ്ടത്, അതിൻ്റെ ക്ലാസ് എന്താണ്, സാമൂഹികമായിട്ട് നമുക്കുള്ള വ്യത്യാസങ്ങൾ എന്താണ്, നമ്മുടെ ജെൻഡർ, സെക്സ്, മെയിൽ ഫീമെയിൽ എന്താണ്, ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കാം. ദിസ് ഇസ് ദ ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പം വാട്ട് യു മീൻ ബൈ യൂത്ത് ആൻഡ് യൂത്ത് കൾച്ചർ. അപ്പം യൂത്ത് കൾച്ചർ എന്ന യൂത്തിൻ്റെ ഐഡൻറ്റിറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. സോ ഒന്നുകൂടെ നമ്മൾ ദെൻ മാസ് മീഡിയ ആൻഡ് ടെക്നോളജി ആൻഡ് കൺസ്യൂമറിസം. പിന്നെ അടുത്ത് തന്നെ ഇമ്പാക്റ്റ് ഓഫ് മാസ് മീഡിയ എപ്പോഴും മീഡിയ എന്ന് പറയുന്നതും ടെക്നോളജി പറയുന്നതും ഈ ഒരു വ്യത്യസ്തമായ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ്. കാരണം എപ്പോഴും ഈ മാസ് മീഡിയ എന്ന് പറയുന്ന കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അത് വിഷ്വൽ ആയിക്കോട്ടെ, പ്രിൻ്റ് ആയിക്കോട്ടെ. അപ്പം കൂടുതൽ ലോകത്തെക്കുറിച്ച് അറിയാനും അവൻ്റെ ഇൻഫ്ലുവൻസ് എന്തൊക്കെ വ്യത്യാസങ്ങൾ, മാസ് മീഡിയ മാത്രമല്ല നമ്മൾ സോഷ്യൽ മീഡിയയും നമ്മൾ ഇതിനകത്തോട്ട് പറയാം. ഇപ്പം ടെക്നോളജി ബേസ് ചെയ്യുമ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ, നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങളുടെ നമ്മുടെ അകലം കുറഞ്ഞ് അടുപ്പം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൺസ്യൂമറിസം ഉണ്ട്, എന്ത് നമ്മൾ വാങ്ങിക്കണം, ഏത് വാങ്ങിക്കണം, എന്ത് ചെയ്യണം, അങ്ങനെ ഈ ഒരെണ്ണം അതൊക്കെ ഹെൽപ്പിംഗ് ഇൻവോൾവിങ് ദ ഡൊമിനൻറ്റ് കൾച്ചർ. അപ്പോൾ ഇതാണ് ഈ മീഡിയയ്ക്കുള്ളത്. കാരണം മീഡിയ ആണ് കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ ടെക്നോളജി ചേഞ്ച് ചെയ്യുമ്പോൾ ടെക്നോളജി വൈസ് നമുക്ക് ഭയങ്കര വ്യത്യാസങ്ങൾ. കൺസ്യൂമറിസം ഇപ്പം ഏറ്റവും വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്ന സംഗതിയാണ് കൺസ്യൂമറിസം. എന്ത് വാങ്ങിക്കണം, എന്ത് ഉപയോഗിക്കണം, എങ്ങനെ ചെയ്യണം, ആ ഓരോ സംസ്കാരം എങ്ങനെ ഉണ്ടാകണം. ഇതാണ് നമ്മൾ ഈ 172 മൊഡ്യൂൾ 2-നകത്തുള്ള സംഗതികൾ. അപ്പം ഇത്രയും കാര്യം, വാട്ട് യു മീൻ ബൈ യൂത്ത് കൾച്ചർ എന്താണ്, യൂത്ത് എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു, ഫാമിലിയുടെ ഇൻവോൾവ്മെൻറ്റ് അതിനകത്ത് എങ്ങനെ വരുന്നു, ഫാമിലിക്ക് അതിനകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും, പിയർ ഗ്രൂപ്പ്സിനുണ്ട്, മീഡിയ എങ്ങനെയുണ്ട്. കാരണം മീഡിയ പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാതെ എങ്ങനെ ലൈഫ് സ്റ്റൈൽ കഴിക്കുന്നു, എങ്ങനെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവും. ഈ ഐഡൻറ്റിറ്റി, സോഷ്യൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഞാൻ എന്നെ കാണുന്നതും സമൂഹം നമ്മളെ കാണുന്നതുമാണ്. അങ്ങനെ കാണുമ്പം ഓരോരുത്തർക്കും ഓരോ ചിന്താഗതികൾ, ഓരോ സ്ഥാനങ്ങളുണ്ട്. അതുമായിട്ട് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ ചിന്താഗതിയും സമൂഹത്തിൻ്റെ ചിന്താഗതിയും തമ്മിൽ ഉണ്ടാകുന്നതായ ആ ഒരു കോർഡിനേഷൻ, ഒരു കോറിലേഷൻ, ഒരു ജെല്ല് ചെയ്യുന്ന ദാറ്റ് ഈസ് കോൾഡ് ദ ഐഡൻറ്റിറ്റി. എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പഠിക്കാനുണ്ടായത്.
വരുന്ന ക്ലാസ്സുകളിൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. സോ യൂത്ത്, ജെൻഡർ ആൻഡ് ഐഡൻറ്റിറ്റി. അപ്പോൾ ഐഡൻറ്റിറ്റീസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ ഇതിനകത്ത് പരീക്ഷയ്ക്ക് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നവർ എല്ലാവരും ഇത് പഠിക്കുക. എല്ലാവർക്കും നല്ല ഒരു ഈവനിങ്. നമസ്തേ.